കേട്ടിട്ടുള്ളവർ ഒരിക്കലും മറക്കാത്ത ഒരു പേരാണ്. ഞങ്ങൾ കല്ലറ ഗോപി സാർ എന്ന് വിളിക്കും. ഗോപി കല്ലറ എന്നാണ് സാധാരണ റെക്കോർഡിക്കൽ വരുന്നത്. അതുപോലെ തന്നെയാണ് ഓണന്തുരുത്ത് രാജശേഖരൻ മാഷം നമ്മൾ പറയും. അവിടെയുള്ളവർ പറയുന്നത് രാജശേഖരൻ ഓണന്തുരുത്തെന്ന് പറയണം എന്നാണ്. ഇത് രണ്ടുപേരും സമാനതകളുണ്ട്. എൻ്റെ ഒരു അനുസ്മരണത്തിൽ ഇത് രണ്ടുമൊന്നും പറയാതിരിക്കാൻ കഴിയില്ല എന്ന് ഒരിക്കൽ കൂടി പറയുക. ഗോപി സാർ അങ്ങനെ പോയിടത്തെല്ലാം സ്നേഹബന്ധങ്ങളിലൂടെ നിറഞ്ഞ ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ വിവിധ ഭാഗങ്ങളെക്കുറിച്ച്, സ്വഭാവത്തെക്കുറിച്ചെല്ലാം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എല്ലാം ഒന്നും ഞാൻ പറയുന്നില്ല. ഈ ജീവിതരേഖയിൽ, അനുസ്മരണികയിൽ ഞാനും ഒരു ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട്. നാടകവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെക്കുറിച്ചാണ്. മറ്റ് പലരും എഴുതിയിട്ടുള്ളത് കൊണ്ട് കൂടുതൽ വിസ്തരിക്കുന്നില്ല. എങ്കിലും ചില കാര്യങ്ങൾ പറയുകയാണ്. ഒരു കഥാകാരൻ, കവിതാകാരൻ, അല്ലെങ്കിൽ ഒരു സംവിധായകൻ, നടൻ, ലേഖനകർത്താവ്, മാധ്യമപ്രവർത്തകൻ, സാമൂഹിക പ്രവർത്തകൻ, സർവോപരി മതാത്മക ചിന്തകളിൽ നിന്നൊക്കെ കൂടുവിട്ട് പോയ ഒരു മനുഷ്യൻ എന്ന നിലയിലാണ് അദ്ദേഹത്തെ അടയാളപ്പെടുത്തുന്നത്. ഏതെങ്കിലും ഒരു കള്ളിയിൽ അടയാളപ്പെടുത്താൻ കഴിയില്ല. എൻ്റെ ഒച്ച കുറച്ച് അടഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്നലെ ഇപ്പോൾ ഒരു റിട്ടയർ ചെയ്ത ജീവിതത്തിന് ശേഷം ഒരു അഭിനയ ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട്, സിഫ എന്ന് പറയുന്നത്. ഞാനിപ്പോൾ സിനിമാ മേഖലയിലൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ട്രെയിനിങ് ഉണ്ട്. അതിൻ്റെ ഭാഗമായി കുറച്ച് ഒച്ചയൊക്കെ എടുക്കേണ്ടി വന്നു. അവിടെ ഫോട്ടോഷൂട്ട്, ഞങ്ങളുടെ പ്രോജക്റ്റുകൾ. ഞാൻ സിനിമയിലൊക്കെ അത്യാവശ്യം നിൽക്കുന്ന ആളാണ്. ഇന്ന് സാന്ദർഭികമായി പറയുകയാണ്, മാതൃഭൂമിയിലെ ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്. VR സുധീഷ് എഴുതിയിരിക്കുന്നു, പാട്ടവിടെ മക്കളെ. കുരിപ്രസാറൊക്കെ ഉള്ളതുകൊണ്ട് പറയുകയാണ്, ഇന്നത്തെ മലയാള സിനിമയിലെ പാട്ടുകളില്ലെന്നും BGM ആണെന്നും ഒക്കെ പറഞ്ഞു വെക്കുന്നുണ്ട് VR സുധീഷ്. ഇന്ന് മലയാള സിനിമ മാത്രം ഉദ്ദേശിച്ചല്ല, അവിടെ നാടകഗാനമൊക്കെ പറയുന്നുണ്ട് ഇതിൽ. അപ്പോൾ ഗാനശാഖ മരിക്കുകയാണ്. പുതിയ തലമുറയാണ്. എനിക്ക് 57 വയസ്സായി കേട്ടോ. അപ്പോൾ എൻ്റെ കൂടെ പഠിക്കുന്ന സിനിമാ വിദ്യാർത്ഥികൾ 20-22 വയസ്സ്. ഞാൻ പുതിയ പിള്ളേരുള്ളതുകൊണ്ട് അവരോടെയാണ് പറയുന്നത്. ഞങ്ങളെന്തെങ്കിലും ഒരു തമാശ പറയുമ്പോൾ അവർ പറയുന്നത് ചളി എന്നാണ്. നമ്മളെന്തെങ്കിലും പഴയ ആളുകളായി കഴിഞ്ഞു. നമ്മളെല്ലാവരും പഴഞ്ചനായി കഴിഞ്ഞിരിക്കുന്നു. നാടകമെവിടെ, പാട്ടെവിടെ? ഇന്ന് സിനിമയിലെ ട്രെൻഡടക്കം പഴയ സിനിമയിലെ ഏതെങ്കിലും ഒരു പാട്ട് എടുത്തുകൊണ്ട് വരും. പ്രൊഡക്ഷൻ കോസ്റ്റ് വളരെ കുറവായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ പബ്ലിസിറ്റി ഉണ്ടാവും. അടുത്ത കാലത്ത് സിനിമയൊക്കെ ഉണ്ട്. ചില പാട്ടുകൾ കട്ടച്ചോര കൊണ്ട്, എന്നോട് സമയപരിമിതി ഇല്ലെന്ന് പറഞ്ഞെങ്കിലും 5-10 മിനിറ്റ് എടുക്കുകയുള്ളൂ. കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡാ സർബത്ത് ആക്കുന്ന ഇലുമിനാറ്റി പാട്ടാണ്. അതുപോലെ തന്നെ കുടിച്ച കള്ളമൊന്നും പറയില്ലട, അല്ലേ? മന്ത്രതന്ത്ര കുതന്ത്രം. ഇതാണ് പുതിയ തലമുറ. ഞാനതാണ് പറയുന്നത്. പാട്ടുകളോ വരികളോ ഇല്ല. എന്നാൽ റിയാലിറ്റി ഷോയിൽ ചെല്ലുമ്പോൾ പഴയ പാട്ട് പാടിയെങ്കിലേ പറ്റൂ. ഈ പറയുന്ന യുവതലമുറ ഇത്രയുള്ള കുഞ്ഞാണെങ്കിലും റിയാലിറ്റി ഷോയിൽ വരുമ്പോൾ 10-40 വർഷം മുമ്പ് ഇവിടെ പറഞ്ഞ വയലാറിൻ്റെയും ഒക്കെ പാട്ടുകൾ പാടി, ഞാനൊക്കെ പാടാറുള്ള ആളാണ്. ആ പഴയ പാട്ടുകൾ ഇഷ്ടപ്പെടുന്നവരാണ്. അപ്പോൾ അതാണ് മുന്നോട്ട് പോകുന്നത്. പ്രതിസന്ധിയിലാണ് സിനിമ, പ്രതിസന്ധിയിലാണ്. ഞാൻ എന്താണെന്ന് പറയേണ്ട കാര്യമില്ലോ. അതിനകത്ത് WCC, ഹേമ കമ്മീഷൻ റിപ്പോർട്ട്, അതുപോലെ പ്രതിഫലങ്ങൾ വാങ്ങുന്ന, കോടികൾ വാങ്ങുന്ന നടന്മാർ. ഞാനൊരു പാവപ്പെട്ട പ്രൊഡ്യൂസറാണ്. 2 പാട്ടുകൾ എഴുതി വിദ്യാധരൻ മാസ്റ്റർ സംഗീതം കൊടുത്ത് എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. സിനിമ ഓൺ എയറിൽ പാട്ട് ഓൺ എയറിൽ ഇട്ടിട്ടുണ്ട്. സിതാരൈ പാടിയിട്ടുണ്ട്. 1 മധുബാലകൃഷ്ണൻ. അതുകൊണ്ട് ചെറുപ്പം തൊട്ട് കവിത എഴുതി ആണ് ഞാൻ നാടകത്തിലേക്കൊക്കെ വന്നിട്ടുള്ളത്. ഗോപി സാറിലേക്ക് തിരിച്ചെത്തുകയാണ്. അദ്ദേഹം സ്കൂൾ അളവിൽ തന്നെ അദ്ദേഹത്തിൻ്റെ സർഗാത്മക പ്രവർത്തനങ്ങൾ വന്നു. പ്രയാണം എന്നുള്ള ഓണന്തുരുത്ത് രാജശേഖരൻ മാഷിൻ്റെ നാടകത്തിൽ വേഷമിട്ടാണ് അദ്ദേഹം വന്നത്. രാജശേഖരൻ മാഷിനെ ഞാനൊന്ന് അനുസ്മരിക്കുകയാണ്. 2 വർഷം മുമ്പാണ് അദ്ദേഹം മരിച്ചത്. നാടകിൻ്റെ മെമ്പർമാരായിരുന്നു കേട്ടോ അവർ 2 പേരും, ഗോപി സാറ്. അതുപോലെ നമ്മുടെ ആലപ്പുഴ രംഗനാഥ്, അദ്ദേഹവും നാടകരംഗത്തുണ്ടായിരുന്നതാണ്. നാടകത്തിൻ്റെ നഷ്ടം, അദ്ദേഹം സംഗീതക്കാരനാണെങ്കിൽ. അതുപോലെ മണികണ്ഠദാസ് മാങ്ങാനം, ഇവരൊക്കെ ജഡ്ജായി വന്ന കാലം. ഇവരെല്ലാം നമ്മുടെ കോവിഡ് കാലത്ത് നമ്മളെ വിട്ടുപിരിഞ്ഞ, ഇവരെ നാടക പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് നിന്നവരാണ്. അപ്പോൾ രാജശേഖരൻ മാഷിൻ്റെ പുസ്തകങ്ങൾ ഇന്നലെ
നമ്മുടെ സാംകുട്ടി ഡോക്ടറേറ്റിൽ നേടിയിട്ടുള്ള സാംകുട്ടി പട്ടങ്കരിയും ഹരീഷും ഒക്കെ ഇന്നലെ പ്രസാദനം ചെയ്തു. ഞാൻ ഇന്നലെ മറ്റൊരു സ്ഥലത്തായിരുന്നുകൊണ്ട് ഈ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്ട് വരാൻ കഴിഞ്ഞില്ല. രാജശേഖരൻ മാഷ് മരിച്ചു കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ ഇന്നലെ 270 രൂപയ്ക്ക് സാഹിത്യ പ്രവർത്തക സംഘം എടുത്തിട്ടുണ്ട്. അരങ്ങത്ത് കുഞ്ഞന്മാരാണ് അതിലെ ആദ്യ നാടകം. അപ്പോൾ അത് വാങ്ങിക്കും. 10-11 നാടകമുണ്ട്. രാജശേഖരൻ മാഷ് 10-250 നാടകത്തിലേറെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഒരാൾ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യാത്ത പല കാര്യങ്ങളുമാണ്. അദ്ദേഹത്തിൻ്റെ അഭിമുഖം കോവിഡ് കാലത്ത് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അത് FB ലൈവിലൊക്കെ ഉള്ളതാണ്. അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ ഈ രംഗമാഷിൻ്റെ അടുത്തും മണികണ്ഠൻ സാറിൻ്റെ അടുത്തും മണികണ്ഠദാസിൻ്റെയൊക്കെ ഇൻ്റർവ്യൂ നാടകൻ്റെ ഇതിൽ കിടപ്പുണ്ട്. ഞാൻ പറഞ്ഞത്, ജീവിച്ചിരിക്കുമ്പോൾ അവരെയൊന്നും നമ്മൾ വേണ്ടതുപോലെ അംഗീകരിച്ചിട്ടില്ല. നമ്മുടെ സാറിൻ്റെ പേരിൽ ഗോപി സാറിൻ്റെ പേരിൽ 3 നാടകങ്ങളാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അദ്ദേഹം ഉണക്കാനിട്ടിരിക്കുന്ന മുണ്ട്, അതിനെക്കുറിച്ചൊന്നും ഞാൻ കൂടുതൽ പറയുന്നില്ല. ആ നാടകം 5 വർഷം മുമ്പ് എഴുതി 2022 ഓണത്തിന് അദ്ദേഹം അത് സംവിധാനം ചെയ്ത് അതിൽ വളരെ കഷ്ടപ്പെട്ട് അദ്ദേഹം അതിൽ അഭിനയിച്ചു. അപ്പോൾ അതിലെ ഒരു ഡയലോഗ് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ സിനിമ അവിടെ പഠിക്കുന്നിടത്ത് എല്ലാം പറയും, നാടകം വരും. ഇന്നത്തെ നാടകം സിനിമ ബിഹേവിയറൽ ആക്ടിങ് ആണ്. പഴയ മെത്തേഡ് ആക്ടിങ് ഒന്നുമില്ല, അതൊക്കെ മാറിയിരിക്കുന്നു. അപ്പോൾ സാറതെല്ലാം പറയും, പാരമ്പര്യവും പുരാണവും ഒക്കെ ആയിട്ടുള്ളതും നവീന കാലത്തെ നാടകത്തെക്കുറിച്ചെല്ലാം വേക്കൻ സാർ നിർബന്ധമായും പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം അദ്ദേഹം അതിലെ ഒരു നാടകത്തിൻ്റെ ഡയലോഗ് പറഞ്ഞ് ഞാനൊന്ന് ഓർപ്പിക്കുകയാണ്. അത് ജോയിച്ചേട്ടനിൽ നിന്നാണ് ഞാൻ ആ നാടകത്തിൻ്റെ ഡയലോഗ് ചൂണ്ടിയെടുത്തത്. ആ പുസ്തകം ഞാൻ കണ്ടില്ല. അദ്ദേഹത്തിൻ്റെ ഓണത്തിന് അവതരിപ്പിച്ച ഉണങ്ങാനിട്ടിരിക്കുന്ന, അദ്ദേഹം ഒരുപക്ഷെ സ്റ്റേജിൽ അവസാനമായി ചെയ്ത നാടകങ്ങളാണ് പെർഫോം ചെയ്തത്. അതും കഴിഞ്ഞ വർഷം നമ്മുടെ നാടകിൻ്റെ ആദരവിൽ അദ്ദേഹം പങ്കെടുത്തതാണ്. അതിനുശേഷമാണ് അദ്ദേഹത്തിൻ്റെ വേർപാടൊക്കെ ഉണ്ടായത്. കഴിഞ്ഞ വർഷങ്ങളിൽ ജൂലൈ മാസങ്ങളിലാണ്. അപ്പോൾ ഈ ഡയലോഗ് ഇന്നും നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ഡയലോഗാണ്, അല്ലെങ്കിൽ പ്രതീക്ഷ നൽകുന്നതാണ്. ഒരു രാവിലെ ഒരു പകലുണ്ടാകും, തീർച്ച. സൂര്യന് ഉദിക്കാതിരിക്കാനാവില്ല, പ്രഭാതം പൊട്ടി വിടരാതിരിക്കില്ല. ഒരു ശാന്തതയുടെ നിലാവട്ടം ഞങ്ങളിൽ ഉദിക്കുന്നത് പോലെ വിഷമങ്ങൾ പരസ്പരം കൈമാറിയപ്പോൾ മനസ്സുകൾക്ക് ആശ്വാസം തോന്നുന്നു, ഒരു നെറും കവിത പോലെ. ഇതാണ് നാടകത്തിലെ ഡയലോഗ്. നാടകാന്തം കവിത്വം അദ്ദേഹം അവസാനം അഭിനയിച്ച നാടകത്തിലെ, സംവിധാനം ചെയ്ത നാടകത്തിലെ ഉണക്കാനിട്ടിരിക്കുന്ന മുണ്ട് എന്നുള്ളത് ഒരു സാമൂഹ്യ പശ്ചാത്തലമുണ്ട്. കല്ലറക്കാരോട് ഞാനത് പ്രത്യേകം പറയുന്നില്ല, അതെന്താണ് കഥ ഒരു പക്ഷേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. SN ക്ലബിൻ്റെയൊക്കെ നേതൃത്വത്തിലാണ് അത് നടന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ നാടകാന്തം കവിത്വം, അദ്ദേഹം കവിയായിരുന്നു. ഞങ്ങളുടെ നാടക മത്സരം നടക്കുന്ന, ഞാൻ 84 ഒരു ആർട്സ് ആൻഡ് 40 വർഷം മുമ്പ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ സെക്രട്ടറി ആയിരിക്കുമ്പോൾ അവിടെ ജഡ്ജായിട്ട് വരുന്ന സാറാണ്. അതിലൊരാളാണ് ഗോപി സാറ്. അന്ന് തിരിച്ച് ജീപ്പിന് പോരും, ജഡ്ജ്മെൻറ്റ് കഴിയും, അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഉണ്ടായിരിക്കും. 2 റോളായിരിക്കും. ഒന്ന് സാംസ്കാരിക സമ്മേളനം, അതിൽ അദ്ദേഹം പ്രസംഗിക്കും. അത് കഴിഞ്ഞിട്ട് നാടകം അതിൽ ജഡ്ജ് ചെയ്തിട്ട് കൃത്യമായ റിമാർക്സ് ഉണ്ട്. മധുരവേലി എന്നൊരു സ്ഥലത്താണ് ആ ക്ലബ്ബുകൾ 8 വർഷത്തോളമൊക്കെ ഏകാംഗ നാടക മത്സരം നടന്നിരുന്നു. അത് പിന്നീടില്ല. കോട്ടയം ജില്ലയിൽ ഏതാണ്ട് 2005 നാടകം മരിച്ചു എന്ന് തന്നെ പറയാൻ പറ്റും. നാടകം ഒരു സംഘടന വന്നതിന് ശേഷമാണ് ഗോപി സാറും ഞങ്ങളും ഈ ജോയിച്ചേട്ടനൊക്കെ വീണ്ടും കണ്ടുമുട്ടിയതും ഒരു സംഘടനയും. ജോയിച്ചേട്ടനൊക്കെ കോളേജിൽ പഠിക്കും, ഞങ്ങളെപ്പോഴും പോയിക്കൊണ്ടിരുന്നവരാണ്. അപ്പോൾ ആ സംഘടനയിലൂടെയാണ് പിന്നീട് ഈ നാടകത്തിലേക്ക് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ ജഡ്ജ്മെൻറ്റ് വളരെ കൃത്യമായി ചെയ്യും ഗോപി സാർ. അത് കഴിഞ്ഞ് പോകും. അത് കഴിഞ്ഞ് സാറിനെ നമ്മുടെ കോളേജിൽ കുറേ കാലം കണ്ടു. പിന്നെ ഞാൻ പൊളിറ്റിക്കൽ വർക്കും അത്യാവശ്യം ഇതൊക്കെ ആയിട്ട് നടന്നതുകൊണ്ട് പിന്നീട് കണ്ടുമുട്ടിയത് ഈ കാലങ്ങളിലാണ്. സാറിൻ്റെ യൂണിവേഴ്സിറ്റി പ്രവർത്തനങ്ങളുമൊക്കെ ആയി മുന്നോട്ട് പോവുകയായിരുന്നു. അതിനുശേഷം സജീവമായി വരുന്ന സമയത്താണ് ഏതാണ്ട് 63 വയസ്സ് മാത്രം ഭൂമിയിലുണ്ടായിരുന്ന ആ വ്യക്തി നമ്മളോട് വിട പറഞ്ഞത്. 1960 ഫെബ്രുവരി 23-നാണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. ജൂലൈ 2-നാണ് അദ്ദേഹം നമ്മളോട് വിട പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ചെറിയ പ്രവർത്തനങ്ങളിൽ കോളേജിലും അതുപോലെ തന്നെ എല്ലായിടത്തും നാടകങ്ങൾ അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ സൂചിപ്പിച്ച പോലെ ജയിൽവാസം അനുഭവിച്ച ഒരു മനുഷ്യനാണ്. രാജശേഖരൻ മാഷിൻ്റെ ശലഭം, രൗദ്രം തുടങ്ങിയ നാടകങ്ങളിലൊക്കെ അദ്ദേഹം പങ്കെടുത്തു. ലോകാസമസ്ത കല്ലറക്കാരുടെ നാടകമാണ്, അതിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു. അതുപോലെ അഹം എന്നുള്ള ബാബു നമ്പൂതിരി എഴുതിയ നാടകത്തിനെ സംവിധാനം ചെയ്തു കോളേജിന് വേണ്ടി. അങ്ങനെ ഓരോ തരത്തിലും അദ്ദേഹത്തിൻ്റെ വിവിധ പ്രവർത്തനങ്ങൾ നാടകവുമായി ബന്ധപ്പെട്ട് നിന്നിരുന്നു. അദ്ദേഹം
യൂണിവേഴ്സിറ്റിയിൽ 92 മുതൽ അവിടുത്തെ ജീവനക്കാരനായി അവിടുത്തെ സംസ്കാര എന്നുള്ള സംഘടനയുടെ പ്രധാന ആളാണ്. അവിടെ നാടക ക്യാമ്പുകൾ അദ്ദേഹം സംഘടിപ്പിച്ചിരുന്നു, കുട്ടികളെ പരിശീലനം നടത്തിയിരുന്നു. അവിടെയും അദ്ദേഹത്തിന് കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തെ വേണ്ടതുപോലെ അവിടെ ആദരിക്കപ്പെട്ടിട്ടില്ല. ഇതിൽ തന്നെ എഴുതിയിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ കൂടെ രാജു വള്ളികുന്നം സാറാണ് അത് എഴുതിയിട്ടുള്ളത്. അദ്ദേഹമായിട്ട് കവിതകൾ ഞങ്ങൾ അവതരിപ്പിക്കുന്നതാണ്. അതിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം വേണ്ടതുപോലെ പരിഗണിക്കപ്പെട്ടില്ല. അദ്ദേഹം കള്ളികൾക്ക് പുറത്തായിരുന്നു. ഇടതുപക്ഷക്കാരനാണ് അല്ലെങ്കിൽ പുരോഗമനവാദക്കാരനാണ് എങ്കിൽ പോലും അദ്ദേഹം എല്ലാത്തിനെയും നിശിതമായി തന്നെ വിമർശിക്കുകയും ചെയ്യുന്ന ആളാണ്. ആരെയും വെറുപ്പിക്കില്ല. അദ്ദേഹം കാര്യമായി തന്നെ പറയുകയും ചെയ്യും. അദ്ദേഹം എല്ലാ തരത്തിലും സ്നേഹവും ബഹുമാനവും പുലർത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ വാദങ്ങൾ ഉന്നയിക്കും. ഒരു നാടകം റിഹേഴ്സലിന് അദ്ദേഹത്തിൻ്റെ ഇതിൽ ചെന്നാൽ അതിലെ സ്ക്രിപ്റ്റ് മാറ്റാൻ അനുവാദമില്ല, അല്ലേ? ആ വാക്കുകൾ അതുപോലെ തന്നെ അദ്ദേഹം കാർക്കശ്യം അദ്ദേഹത്തിൻ്റെതായ പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് വേണ്ടതുപോലെ പരിഗണിക്കാൻ പലർക്കും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ രാജശേഖരൻ മാഷിൻ്റെ കാര്യം പറഞ്ഞത്. മാഹി നാടകപ്പുരയ്ക്ക് വേണ്ടിയിട്ട് നാടകം ചെയ്യാൻ അവിടെ ഞങ്ങൾ നാടകത്തിൻ്റെ സംസ്ഥാന കമ്മിറ്റി പോകുമ്പോൾ ഞങ്ങളുടെ രാജേട്ടൻ എന്നാണ് അവർ പറയുന്നത്. നമ്മളെക്കാൾ അവിടെ അറിയാം. അപ്പോൾ അത് രാജശേഖരൻ മാഷ് വേറൊരു പ്രത്യേകതയാണ്. നാടകത്തിന് അദ്ദേഹത്തിൻ്റെ നാടകവും ഞങ്ങൾ കളിക്കുന്നു. ഞങ്ങൾ കാണ്ടാമൃഗം നാടകമാണ് കളിച്ചത്. നാടകം കഴിഞ്ഞിട്ട് പ്രൈസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പുള്ളി മിണ്ടില്ല. പ്രൈസ് കിട്ടിയാൽ ഒന്ന് സംസാരിക്കാൻ പറഞ്ഞാൽ രാജശേഖരൻ മാഷിൻ്റെ കാര്യം മിണ്ടില്ല. അദ്ദേഹം വളരെ സ്വതവേ മാറി നിന്ന് അദ്ദേഹവും ഈ പറഞ്ഞ പോലെ എല്ലാ തരത്തിലും ഒരു മതാതീതനായി വിപ്ലവത്തിൻ്റെ എല്ലാ ദീപ്തിപ്പന്തങ്ങളും കയ്യിൽ എടുത്ത് നടന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന് വേണ്ടി ഒന്നും ചോദിച്ചു വാങ്ങാതിരുന്ന വ്യക്തിയാണ്. അദ്ദേഹവും കടന്നു പോയിരിക്കുകയാണ്. നമ്മുടെ ഗോപി സാറിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് എൻ എൻ പിള്ളയുടെ പേരിലുള്ള നാടക ആചാര്യ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഭരത് PJ ആന്റണിയുടെ പേരിലുള്ള പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഈ പറയുന്നതിലുണ്ട്. അദ്ദേഹത്തിൻ്റെ പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്, ഛേദിക്കപ്പെടുന്ന വിരലുകൾ. അതിലും നാടക കഥാപാത്രങ്ങൾ വരുന്ന ബ്രിജിത്ത്, നാടകവേദിയിൽ ആത്മഹത്യ ചെയ്യുന്ന ബ്രിജിത്ത് എന്ന ഒരു കഥാപാത്രത്തെയാണ്, ഒരു സ്ത്രീയുടെ ആകുലതകൾ അതിൽ പറയുന്നത്. അപ്പോൾ എത്രത്തോളം സംഘർഷങ്ങൾ അദ്ദേഹത്തെ ഉണ്ടായിരുന്നു. അദ്ദേഹം കഥയിലൂടെയും കവിതയിലൂടെയും തീർന്നില്ല. അദ്ദേഹം സിനിമ പ്രകാശ് കോളേജിയുടെ കൂടെ സഹസംവിധായകനായിരുന്നു, സീരിയലുകളിലുണ്ടായിരുന്നു. അദ്ദേഹം ആ മേഖലകളിലെല്ലാം ഉയരാൻ കഴിയുന്ന വ്യക്തിത്വമായിരുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ച് PM ആന്റണിയുടെ നാടകത്തിലെ ഒരു കേന്ദ്ര കഥാപാത്രമായി അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. കുറ്റപ്രാവശ്യമുണ്ട്. സംഘദൂത് ഇവിടെ KY ചാക്കോ ഇരിക്കുന്നുണ്ട്. ചാക്കോ ചേട്ടൻ ഒരു സഞ്ചിയുമായിട്ട് നടക്കും, സംഘദൂത് അല്ലേ? ആ സഞ്ചിക്കകത്തായിരുന്നു സംഘദൂത് മുഴുവൻ. അതിൻ്റെയും പ്രയോക്താവായിരുന്നു. അപ്പോൾ ചാക്കോ ചേട്ടനെ ഞങ്ങൾ വിളിക്കും സഞ്ചിദൂത് എന്ന് വിളിക്കും, മധുരവേലിക്കാരെ ഞങ്ങൾ പറയും. അങ്ങനെ നാടക സംഘടന സംഘദൂത് വൈശാഖ മാഷൊക്കെ ഉണ്ടാക്കാനും ഒക്കെ എല്ലായിടത്തും ഉണ്ടായിരുന്നു. കല്ലറ ഒരു ഫിലിം സൊസൈറ്റി ഉണ്ടായിരുന്നു. ജോൺ അബ്രഹാമിൻ്റെ സിനിമകളൊക്കെയാണ് അതിലൂടെ വന്നത്. അതിൻ്റെ സംസ്കാരം എന്ന് പേരിട്ടതും ഒക്കെ ഗോപി സാറാണ്. അതുകൊണ്ട് ഗോപി സാറ് കേവലം ഒരു നാടകക്കാരൻ മാത്രമല്ല, കവിയും കഥാകാരനും. നമ്മുടെ അതുകൂടാതെ ഒരുപാട് ലേഖനങ്ങൾ ടീച്ചറുമായിട്ട് കഴിഞ്ഞ നാളുകളിൽ സംസാരിച്ചിരുന്നു. കഴിഞ്ഞ വർഷം ടീച്ചർ പറയുന്നത് അദ്ദേഹം പ്രസിദ്ധീകരിക്കാൻ എടുത്തു വച്ചിട്ടുള്ള കുറേ ലേഖനങ്ങളടക്കമുണ്ട്. അവയെല്ലാം പ്രസിദ്ധീകരിക്കപ്പെടണം. ഞങ്ങളുടെയും ആഗ്രഹം അതാണ്. സ്വാഗത പ്രസംഗം കേട്ടാണ് ഞാൻ വന്നത്. അവിടെ ജോയിച്ചേട്ട പറഞ്ഞിരുന്നു, അദ്ദേഹത്തിൻ്റെ എല്ലാ ആർട്ടിക്കിളും നമുക്ക് സാംസ്കാരിക സമിതി എന്ന നിലയ്ക്കോ നമ്മൾ ഒരുപാട് നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ട്. കുട്ടികളെ വളർത്തിക്കൊണ്ടുവരാനും ഈ പറഞ്ഞ പാട്ടും നാടകവും സിനിമയും കഥയും എല്ലാം ഉണ്ടായി വരുന്ന സാഹചര്യത്തിലേക്ക് ചർച്ചകളും ഒക്കെ ചെയ്യണം. അതിനുവേണ്ടി അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ സ്മരിക്കുന്ന തരത്തിൽ വേറിട്ട തരത്തിലുള്ള പ്രവർത്തനം ഉണ്ടാകണം. കാരണം ഇവിടെ ശബ്ദിച്ചാൽ ഞാൻ ആരുടെ പേരെടുത്ത് പറയുന്നില്ല, നമ്മുടെ ഒരുപാട് ആളുകൾ തപോൽക്കർ അടക്കം നിരവധി ആളുകൾ എഴുത്ത് നിർത്തിയവർ, കൊല ചെയ്യപ്പെട്ടവർ ഉള്ള ഒരു രാജ്യത്താണ്. ആ രാജ്യത്ത് കലാകാരൻ ആത്മാവിഷ്കാരം നടത്തുവാനും തൂലിക എടുത്ത് എഴുതുവാനും മടിക്കുന്ന ഒരു കാലത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഒരുപക്ഷെ ജോയിച്ചേട്ടന് ഇഷ്ടപ്പെടില്ല, എങ്കിലും അങ്ങനെ ഒരു കാലമുണ്ട്. ഞങ്ങളുമൊക്കെ ഭയക്കുന്നു. കോഴിക്കോട് വരദ ഇപ്പോൾ തിയേറ്റർ അവിടെ അവതരണം വ്യക്തികളുടേതാണെങ്കിലും സ്റ്റേജ് നാടകകാലന്മാർക്കും ഒക്കെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് അത് തുറന്നുകൊണ്ടിരിക്കുകയാണ്. നാടകമെന്ന വാക്ക് പാർലമെൻറ്റിൽ ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം
കപട നാടകം എന്ന് ഉദ്ദേശിച്ചായി. അങ്ങനെ വിലക്കപ്പെട്ട ഒരു നാടകമാണ്, വാക്കാണ് നാടകമടക്കമുള്ളത്. നാടകം മാത്രമല്ല ഞാൻ പറയുന്നത്, ആത്മാവിഷ്കാരത്തിനും സ്വതന്ത്ര ചിന്തയ്ക്കും യുക്തിചിന്തയ്ക്കും വിഘാതം നിൽക്കുന്ന ഒരു അവസ്ഥ നമ്മുടെ രാജ്യത്തുണ്ട്. അതിന് പറ്റുന്ന ന്യായ സംഹിതകളുമൊക്കെ വരാൻ പോകുന്നു, നിലവിൽ വന്നു കഴിഞ്ഞു. അതുകൊണ്ട് കലാകാരന്മാർ ഭയപ്പാടിലാണ്. ഞങ്ങൾ നാടകക്കാരെ സംബന്ധിച്ച് നാടകം ചെയ്യാനും ഏറ്റെടുക്കാനും ആള് ഇല്ല, അല്ലേ ബാബു? നാടകം ആർക്കും വേണ്ട. കുട്ടകയിൽ ആരുടെ പറഞ്ഞ പോലെ നാടകം വേണോ? നാടകം പ്രധാനപ്പെട്ട ഒരാളുടേതാണ്. അങ്ങനെ ചോദിച്ച് നടക്കേണ്ട കാര്യം. നാടകം മാത്രമല്ല ഞാൻ ഉദ്ദേശിച്ചത്, അതിലേക്ക് വരികയാണ്. നമുക്ക് ഐക്യപ്പെടണം, നമ്മുടെ ആത്മാവിഷ്കാരം നടത്തപ്പെടണം. അതിന് പറ്റാവുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നും മാത്രം പറഞ്ഞ് ഗോപി സാറിനെ കുറിച്ച് കൂടുതൽ ഈ സ്മരണികയിലുണ്ട്. അദ്ദേഹത്തിന് ഈ ഒരു മുഖം മാത്രമല്ല, പലതരത്തിൽ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയുന്ന വ്യത്യസ്തമായ ഒരു ആർദ്രതയുള്ള സരളതയുള്ള ഒരു മനസ്സ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. സ്നേഹമുണ്ട് കേരള ടീച്ചർ, മേഘന, കുരിപ്പുഴ ശ്രീകുമാർ, കിഷോർ, സോമശേഖരൻ, കല്ലറ ജോയി, കല്ലറ ചാക്കോ, പ്രിയമുള്ള ശ്രോതാക്കൾ, ഗോപി നാടക മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന വ്യക്തിയായിരുന്നു എന്നുള്ളത് മാത്രമാണ് വാസ്തവത്തിൽ എന്നെ ഈ യോഗത്തിലേക്ക് ക്ഷണിക്കാൻ ഇടയായിട്ടുള്ള സാഹചര്യം. ഞാൻ ആദ്യമേ പറഞ്ഞുകൊള്ളട്ടെ, വളരെ ഗഹനമോ പ്രൗഢമോ പഠനാർഹമായതോ ആയ ഒരു പ്രഭാഷണത്തിനുള്ള സദസ്സാണ് ഇതെന്ന് ഞാൻ കരുതുന്നില്ല. ഒരു നടന് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ ഔചിത്യബോധവും അതുതന്നെയാണ് എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളതും പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രസംഗകന്, പ്രഭാഷകന് പ്രസംഗിച്ചുകൊണ്ടിരിക്കാം, എഴുത്തുകാരന് എഴുതിക്കൊണ്ടിരിക്കാം. നടന് എപ്പോൾ വരണം, എപ്പോൾ പോകണം എന്നുള്ളതിന് വളരെ കൃത്യമായ അളവ് തൂക്ക നീതി നിയമ ധർമ്മബോധ ചിട്ടവട്ടങ്ങളുണ്ട്. അത്തരമൊരു മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തി എന്നുള്ള നിലയിൽ ഈ യോഗത്തിൽ പങ്കെടുത്തപ്പോൾ പ്രിയപ്പെട്ട കവി കുരിപ്പുഴ ശ്രീകുമാറും കിഷോറും ഈ സദസ്സിലെ ചില വ്യക്തികളുടെ മുഖങ്ങളും ഒക്കെ കൂടിച്ചേർന്ന് എന്നിൽ ഉണ്ടാക്കിയിട്ടുള്ള ചില അനുരണനങ്ങൾ മാത്രം പങ്കുവയ്ക്കാനാണ് ഞാൻ ഈ സന്ദർഭം വിനിയോഗിക്കുന്നത്. ഏതാണ്ട് ഒരു 45 വർഷം മുമ്പാണ് ഞാൻ കവി കുരിപ്പുഴ ശ്രീകുമാറിനെ കാണുന്നത്. ഞാൻ പഠിച്ച വൈക്കം ഗവൺമെൻറ് ബോയ്സ് ഹൈസ്കൂളിൻ്റെ 75ാം വാർഷികത്തിൽ തകഴി ശിവശങ്കരപ്പിള്ള അടക്കമുള്ള എഴുത്തുകാർ പങ്കെടുക്കുന്ന വലിയ സാഹിത്യ സമ്മേളനങ്ങളിൽ കവിയരങ്ങ് നടന്ന ഒരു ദിവസം ഞാൻ ഒരു ഫുട്ബോൾ കളിക്കാരനും കൂടിയാണ്. സ്കൂളിൽ പഠിക്കുമ്പോൾ ലെഫ്റ്റ് ഫോർവേഡായി കളിച്ചിരുന്ന വിദ്യാർത്ഥിയാണ്. ഡിസ്ട്രിക്ട് സ്കൂൾ ടീമിലെ പ്ലെയറാണ്. സ്കൂൾ ടീമിലെ വൈസ് ക്യാപ്റ്റനും ആയിരുന്നയാളാണ്. ആ മൈതാനത്ത് ഉണ്ടായിരുന്ന ഗ്രൗണ്ടിൽ, മൈതാനത്ത് ഉണ്ടായിരുന്ന സ്റ്റേജിൽ നിന്നുകൊണ്ട് ഞാൻ ആദ്യമായി കവി കുരിപ്പുഴ ശ്രീകുമാറിനെ അനുഭവിക്കുകയാണ്. അന്ന് അദ്ദേഹം ചൊല്ലിയ കവിത ജസ്സിയാണ്. ആ കാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട, ഒരുപക്ഷെ ശ്രീകുമാർ തന്നെ ആവർത്തിച്ച് ചൊല്ലപ്പെട്ടിട്ടുള്ള കവിതയും ജസ്സി ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതുപോലെ ചില കവിയരങ്ങുകളിലെത്തി ശ്രീകുമാർ തയ്യാറാക്കിക്കൊണ്ട് വന്നിട്ടുള്ള കവിതയെ അവതരിപ്പിച്ച് പോകാമെന്ന് കരുതുമ്പോഴും പ്രേക്ഷകർ വിളിച്ചു പറയും, ജസ്സി ചൊല്ലണം എന്ന് പറയും. അങ്ങനെ ജസ്സിയെ ചൊല്ലി കേട്ടപ്പോൾ കവിയുടെ മുഖത്തുണ്ടായ ഭാവമുണ്ട്. നമ്മൾ വിചാരിക്കുന്നത് ഈ കണ്ഠനാളം വഴി, ശബ്ദനാളം വഴി കേൾക്കുന്നതാണ് കവിത എന്നല്ല. ഈ കവിതയ്ക്ക് അത് ആവിഷ്കരിക്കുന്ന കവിയുടെ മുഖത്ത് വന്നു പോകുന്ന ചില ഭാവവ്യത്യാസങ്ങളുണ്ട്. അന്ന് എനിക്ക് ശ്രീകുമാറിൻ്റെ ഈ കവിത ചൊല്ലിക്കേട്ടപ്പോൾ തോന്നിയ ഭയങ്കരമായ ഒരു ശോകഭാവമാണ്. അതുകൊണ്ടായിരുന്നു കവിത ചൊല്ലിക്കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ബാലനായ പ്രായം മാത്രമുള്ള ഞാൻ ചെന്നിട്ട് പരിചയപ്പെടാൻ ശ്രമിച്ചത്. അന്നു മുതൽ
ഇന്ന് വരെയും ഞങ്ങൾ തമ്മിലുള്ള ബന്ധം നേരിട്ടോ ഫോൺ വിളിയിലൂടെയല്ല, 5 പൈസ മാത്രം വിലയുണ്ടായിരുന്ന പോസ്റ്റ് കാർഡിൽ തുടങ്ങിയ ബന്ധമാണ്. പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ലോകത്തെ ഏറ്റവും കുറഞ്ഞ ചെലവിൽ സമ്പർക്കം നടത്താൻ ഒരു ജനതയ്ക്ക് അർഹതയും അവകാശവും നടത്തിയിട്ടുള്ള ഒരു സർക്കാരായിരുന്നു ഭാരത സർക്കാർ. 5 പൈസയ്ക്ക് കന്യാകുമാരിയിൽ നിന്ന് കാശ്മീർ വരെയുള്ള ആളുകളെ വിവരങ്ങൾ അറിയിക്കാം. അപ്പോൾ ലൈബ്രറിയിൽ വർക്ക് ചെയ്യുന്ന ശ്രീകുമാറിന് ഞാൻ എൻ്റെ പരിപാടികളുടെ എല്ലാം നോട്ടീസും ബ്രോഷറും വിവരങ്ങളും ഒക്കെ അയക്കുമ്പോൾ 5 പൈസയുടെ കവറിൽ ഒരു കിളിയുടെ പരം വരച്ചുകൊണ്ട് ഒപ്പ് രേഖപ്പെടുത്തി മറുപടി അയക്കും. ഇപ്പോഴും ഞാനത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ശ്രീകുമാറുമായി വീണ്ടുമുള്ള ഇതുപോലത്തെ ഒരു കൂടിക്കാഴ്ചയിൽ അത്തരം ഒരുപാട് ഓർമ്മകൾ ആർത്തിരമ്പി വരുന്ന ഒരു സദസ്സ് കൂടിയാണ്. രണ്ടാമത്തേത്, ഏത് കവിക്കും കവിത എഴുതി വെക്കാം, കവിത ആലാപനം നടത്തുന്ന വ്യക്തിക്ക് അത് ആലപിക്കുകയും ചെയ്യാം. പക്ഷേ ഈ തമിഴിലൊരു ചൊല്ലുണ്ടല്ലോ, ഈ പേശിയാലേശനം എന്ന് പറഞ്ഞിട്ട്. കിഷോർ ഈ സീരിയൽ അഭിനേതാവാണ്, ഞാൻ കണ്ടിട്ടുണ്ട്, സീരിയൽ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ കിഷോർ വന്നിട്ട് നമ്മുടെ ശ്രീകുമാറിനെ തറ പറ്റിക്കുന്ന രീതിയിൽ ഈ കവിത അങ്ങോട്ട് ചൊല്ലി കേട്ടപ്പോൾ വാസ്തവത്തിൽ ഞാൻ വിചാരിച്ചു, ഈ കിഷോർ ആയിരുന്നു വാസ്തവത്തിൽ ഇന്നത്തെ കവിയരങ്ങിൻ്റെ പിതാമഹനാകേണ്ടിയിരുന്നയാൾ. ഞാനത് ചിരിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, അത് കിഷോറിൻ്റെ അന്തരാത്മാവിൽ നിന്ന് ഉയർന്നു വന്ന ശബ്ദബീജികളാണ് നമ്മൾ കേട്ടത്. അതൊരു ചെറിയ കാര്യമല്ല, അത് സൃഷ്ടിക്കുന്ന ഒരു ഭാവതരംഗമാണ്. അത് പ്രേക്ഷകനിൽ സൃഷ്ടിക്കുന്ന ഒരു ഭാവതരംഗമാണ്. ഞാൻ വാസ്തവത്തിൽ അതിൻ്റെ ഒരു ലഹരിയിലാണ് നിൽക്കുന്നത്. ഞാൻ മദ്യപിക്കുന്ന ആളല്ല, പക്ഷെ ഇങ്ങനത്തെ ചില കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ഞാനിങ്ങനെ ഒരു ലഹരിയിൽ ഇങ്ങനെ നിൽക്കും. രണ്ടാമത്തെ കാര്യം അതാണ്. മൂന്നാമത്തേത്, ഗോപിയും ഞാനുമായിട്ട് വളരെ അടുത്ത ബന്ധമൊന്നും പുലർത്തിയിരുന്ന ഒരു ആളല്ല. അതുകൊണ്ടൊരു 10-12 ദിവസം മുമ്പാണ് നമ്മുടെ ഈ അനുസ്മരണ സമിതിയുടെ സെക്രട്ടറി ആയിട്ടുള്ള മോഹൻ എന്നെ വിളിക്കുന്നത്. മോഹൻ ഒരു 25 മിനിറ്റ് ഗോപിയും ഞാനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനിങ്ങനെ ആലോചിച്ച്, ഞാനും ഗോപിയുമായി ഇത്രമാത്രം അടുത്ത ബന്ധമുണ്ട് എന്ന് എനിക്കൊരിക്കൽ പോലും കേട്ടുകേൾവിയോ പരിചയമോ ഇല്ലാത്ത മോഹനൻ എങ്ങനെ അറിഞ്ഞു? മോഹൻ എന്തൊക്കെയാണ് ഈ പറയുന്നത് എന്ന് ഞാനിങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. ഈ മുത്തശ്ശിക്കഥകൾ പറയുമ്പോൾ കുട്ടികളിങ്ങനെ കേട്ടിരിക്കണ പോലെ. ഇടയ്ക്കൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞാൻ മോഹൻ്റെ അടുത്ത് പറഞ്ഞു, മോഹന ഞാനൊന്ന് പറയട്ടെ. ആ പറയും. ഞാൻ പറഞ്ഞു, ഈ മോഹൻ പറഞ്ഞ പോലെയുള്ള അടുപ്പവും ബന്ധമൊന്നും ഞാനും ഗോപിയുമായിട്ടില്ല. സ്വിച്ച് ഓഫ് ചെയ്ത പോലെ ഒരു ശ്വാസം ഇങ്ങനെ പതിയെ ഡൈല്യൂട്ട് ചെയ്ത് പോകുന്ന ഒരു ശബ്ദം ഈ ഫോണിൽ കൂടി എനിക്ക് കേട്ടാം. ഞാൻ ഈ നായയുടെ ഘ്രാണശക്തിയുള്ള ഒരു നടനാണെന്നാണ് പലരും പറയാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് എനിക്കിതിങ്ങനെ കൃത്യമായി ഒബ്സർവ് ചെയ്യാൻ സാധിച്ചു. ബലൂണിൻ്റെ കാറ്റഴിച്ച് വിട്ട പോലെയൊക്കെ മുഴുവൻ എനർജിയും നഷ്ടപ്പെട്ടിട്ട് മോഹൻ. എന്താണെന്ന് വെച്ചാൽ ഇവർ ഈ സംഘാടക സമിതി കൂടിയപ്പോഴത്തേക്കും തീരുമാനിച്ചു, ഗോപിയുടെ നാടക പ്രവർത്തനവും നാടക സൗഹൃദവും പങ്കുവയ്ക്കാൻ പറ്റിയ ആൾ ഞാനാണ്, അതുകൊണ്ട് എന്നെ വിളിക്കണം എന്നാണ് ഇവർ തീരുമാനിച്ചത്. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ മോഹൻ ആകപ്പാടെ തകർന്ന് പോയി. അപ്പം ഞാൻ പറഞ്ഞ ഗോപിയുമായിട്ട് വേറെ ചില ബന്ധങ്ങൾ നേരിട്ടല്ലാതെയും മറ്റുമൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്ക് ഒരു നാടക പ്രഭാഷണം നടത്തണം, അതാണ് ഞങ്ങളുടെ മുഖ്യ ഉദ്ദേശം. ഞാൻ പറഞ്ഞു, അത് നിർവഹിക്കാം, പക്ഷെ ഗോപിയെക്കുറിച്ച് ഈ ഇല്ലാക്കഥയൊന്നും ഉണ്ടാക്കി പറയാൻ എനിക്ക് താല്പര്യമില്ല എന്ന് ഞാൻ തുറന്നു പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് ഈ നമ്മുടെ ഈ സോവിനിയർ എനിക്ക് നാളെ തന്നെ അയക്കാം, അതിനകത്തുനിന്ന് കുറേ വിവരങ്ങൾ കിട്ടുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആ വിവരം എനിക്ക് വേണ്ട, എനിക്ക് നേരിട്ട് അനുഭവമുള്ള വിവരം മാത്രമേ എനിക്ക് പറയാനും പങ്കുവയ്ക്കാനും താല്പര്യമുള്ളൂ. അപ്പം അതുകൊണ്ട് ഈ സംഘാടകരായിട്ടിരിക്കുന്ന ഇതിനകത്തെ അംഗങ്ങളൊന്ന് മനസ്സിലാക്കണം, ഞങ്ങൾ തമ്മിൽ അങ്ങനെ വലിയ ബന്ധമൊന്നും ഉണ്ടായിരുന്ന ആളല്ല. പക്ഷെ അതിനേക്കാൾ വേറെ ചില ബന്ധങ്ങൾ
ഗോപിയുമായി അടുപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലെങ്കിലും വായിച്ചിട്ടില്ലെങ്കിലും ഗോപിയുടെ നാടകത്തിൻ്റെ 3 പേരുകളാണ്. ഇപ്പോൾ ഹംസഗീതം, രാജഹംസം, സീതപ്പക്ഷി, സ്പാർട്ടക്കസ്, ഇങ്ങനെ നിരവധി നാടകത്തിൻ്റെ പേരുകൾ നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷേ ഗോപിയുടെ നാടകത്തിന് ഗോപി പേരിടുമ്പോൾ ഒരു ക്രിയാത്മകതയെ, ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ചാക്രിക സ്വഭാവം, സംതിങ് വെയിറ്റിംഗ് ഫോർ എന്നുള്ള ഒരു മീനിങ് വരുന്ന പേരാണ് ഗോപി ഇട്ടിട്ടുള്ളത്. ഹീ ഈസ് എക്സ്പെക്ടിങ് സംതിങ് ഫ്രം തിയേറ്റർ ഓർ ദ ഓഡിയൻസ്. ഇങ്ങനെ ഒരു ധാരണ ഗോപി വെച്ചു പുലർത്തിയിരുന്നു. അതിനകത്ത് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ ഉണങ്ങാനിട്ട മുണ്ട് എന്ന് പറയുന്നത്. ഇതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത്, ഉണങ്ങുമോ മഴ പെയ്യുമോ, ഇങ്ങനെ ഒരു ചോദ്യചിഹ്നം ആശയപരമായി ചിന്താപരമായി ധ്വനിപ്പിക്കുന്ന ടൈറ്റിലാണ് ഗോപി ഇട്ടിട്ടുള്ളത്. മറ്റൊന്ന് ഒരുമ്പെട്ടോൾ. നമ്മൾ സാധാരണ വീടുകളിലൊക്കെ പറയും ഒരുമ്പെട്ടോളെ അടങ്ങിയിരുന്നോണം, അല്ലെങ്കിൽ അവൾ ഒരുമ്പെട്ടിറങ്ങിയിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ എന്തും സംഭവിക്കാം ഈ ഓളെ കൊണ്ട് എന്ന അർത്ഥം വരുന്ന വാക്ക്. മറ്റൊന്ന് കത്തുന്ന കടൽ. സാധാരണഗതിയിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. വലിയ ഓയിൽ ടാങ്കറൊക്കെ കടലിൽ ലീക്കായിട്ട് കുറച്ച് സമയമൊക്കെ തീ പിടിച്ച് നിൽക്കുമെന്നും പിന്നെ അത് ശമിപ്പിക്കുമെന്നൊക്കെ നമ്മൾ കേൾക്കുകയും വായിക്കുകയും അറിയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് അങ്ങനത്തെ ഒരു കടലിനെ കുറിച്ചല്ല ഗോപി പറയുന്നത്. കത്തുന്ന കടൽ അഥവാ അധിനിവേശം എന്നാണ്. അപ്പം ഈ നാടക പേരുകൾ കൊണ്ട് തന്നെ ഗോപി ചില സൂചനകൾ തരുന്നുണ്ട്. ഈ പേരുകൾ ധാരാളം മതി. ഗോപി, നമ്മൾ പറയില്ലേ, ഒരുപാട് നീട്ടി പരത്തി പറയേണ്ടതില്ല. നാടകത്തിൻ്റെ ദൗത്യവും അത് തന്നെയാണ്. നടൻ ഒരുപാട് വിശദീകരിച്ച് പറയേണ്ട കാര്യമില്ല. നടൻ്റെ ഭാവം കൊണ്ട് തന്നെ ആശയവും വൈകാരിക ഭാവവും പ്രതിഫലിപ്പിക്കാൻ കഴിയുക എന്ന് പറയുന്നതാണ് നാട്യധർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ ഗോപിയുടെ ഈ നാടകങ്ങൾ വാസ്തവത്തിൽ കാര്യം വൈക്കത്തിനടുത്തുള്ള സ്ഥലമാണ് കല്ലറയെങ്കിൽ പോലും കാണാനോ വായിക്കാനോ ഉള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത് വാസ്തവത്തിൽ എനിക്ക് വിഷമം തോന്നുന്നു. ഇവിടെ സ്വാഗതത്തിൽ കല്ലറ ജോയി പറഞ്ഞു, ആ കൃതികൾ സമാഹരിച്ച് പുസ്തകമാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന്. എൻ്റെ ഒരു എളിയ അഭ്യർത്ഥന, ഇത് 3 പുസ്തകമായി സംഭവിക്കുകയായിരിക്കും ഏറ്റവും നല്ലത്. കവിതകളുടെ ഒരു സമാഹാരമുണ്ട്, കഥകളും നാടകവും. കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഈ ചെറുപ്പക്കാരെ കുറിച്ച് മുമ്പ് സൂചിപ്പിച്ചതുപോലെ, സോമശേഖരൻ പറഞ്ഞതുപോലെ, ചെറുപ്പക്കാർക്കിപ്പോൾ ഇങ്ങനത്തെ പുസ്തകങ്ങളൊന്നും വായിക്കാനൊന്നും വലിയ താല്പര്യമൊന്നും ഇല്ല എന്ന് സോമശേഖരൻ പറയുകയുണ്ടായി. അതിപ്പോഴത്തെ ചെറുപ്പക്കാരുടെ പ്രശ്നമല്ല, അതിന് വേറെ ഒരുപാട് ശാസ്ത്രീയ കാര്യങ്ങൾ പിന്നിലുണ്ട്. അതിലേക്ക് ഞാൻ ഈ സന്ദർഭത്തിൽ പോകുന്നില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളത്തിൽ ജീവിക്കുന്ന ജനങ്ങളുടെ സംഖ്യ നമുക്കറിയാം. എത്രയാണ്? 3 കോടി സംതിങ് ജനങ്ങൾ ജീവിക്കുന്ന കേരളത്തിൽ ഒരു എഴുത്തുകാരൻ്റെ പുസ്തകം അച്ചടിക്കുന്നത് 1000 കോപ്പിയാണ്. ഈ 1000 കോപ്പിയിൽ വിറ്റഴിക്കപ്പെടുന്നത് 100, 150, 200. അതും എത്ര വർഷം കൊണ്ടാണെന്ന് ആലോചിക്കണം. കുറച്ച് നാൾ കഴിയുമ്പോൾ ബുക്ക് സ്റ്റാളിൽ പുതിയ പുസ്തകങ്ങൾ വെക്കാൻ വേണ്ടി ഈ പൊടി പിടിച്ചിരിക്കുന്ന പുസ്തകം എടുത്ത് ഗോഡൗണിലേക്കൊരു തട്ടങ്ങ് തട്ടും. ഒരിക്കൽ സാന്ദർഭികമായി പറഞ്ഞു പോകുന്നു, ഞാനിങ്ങനെ ഒരു വർത്തമാനം പറയാമെന്ന് വിചാരിക്കുന്നുള്ളൂ. അങ്ങനത്തെ ഒരു ഔപചാരികമായൊരു പ്രഭാഷണമൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പി ബാലചന്ദ്രനെ അറിയാവുന്ന കുറേ ആളുകളും ഇവിടെ ഉണ്ടാകും. പി ബാലചന്ദ്രൻ വർക്ക് ചെയ്തിരുന്ന സ്ഥാപനവുമാണ് ഗാന്ധി യൂണിവേഴ്സിറ്റി. ഗോപിയും അവിടെ വർക്ക് ചെയ്തിരുന്നതാണ്. ഇവരൊക്കെ തമ്മിൽ ബന്ധപ്പെടുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്തിരുന്നതാണ്. പി ബാലചന്ദ്രൻ്റെ മാറാമറയാട്ടം നേരം പോക്ക് എന്നൊരു നാടകമുണ്ട്. അത് ആദ്യം അവതരിപ്പിച്ചത് യൂണിവേഴ്സിറ്റിയിൽ തന്നെയാണ്. ആ നാടകം ബാലചന്ദ്രൻ പിന്നീട് ഈ തിരക്കഥയൊക്കെ രചിച്ച് സിനിമാ രംഗത്തെത്തിക്കഴിഞ്ഞപ്പോൾ എറണാകുളത്ത് വെച്ച് മോഹൻലാലിനെ കൊണ്ട് വൈറ്റ് ഗേറ്റ് എന്ന് പറയുന്നൊരു ഹോട്ടലിൽ വെച്ച് പ്രകാശനമൊക്കെ നടത്തിച്ചു.
കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ചിലരൊക്കെ ഈ ബാലേന്ദ്രനെ വിളിച്ച് പറയാൻ തുടങ്ങി, ആ പുസ്തകം ബുക്ക് സ്റ്റാളിൽ കിട്ടുന്നില്ല. അപ്പോൾ ബാലേന്ദ്രൻ ഒരു ദിവസം കോട്ടയത്ത്, ഞാൻ ആ പ്രസാധകരുടെ പേര് പറയുന്നില്ല, അവർക്ക് മോശം വരുത്തി വയ്ക്കണ്ടല്ലോ അല്ലേ നമ്മളായിട്ട്. അപ്പോൾ ബാലേന്ദ്രൻ ഒരു ദിവസം കോട്ടയത്ത് ബുക്ക് സ്റ്റാളിൽ ചെന്നിട്ട് ഈ മാറാമറയട്ടം നേരം പോക്ക് നാടകം ഉണ്ടോ എന്ന് ചോദിച്ചു. അവിടെ ഇരുന്നിരുന്ന ബുക്ക് സ്റ്റാളിൽ ഇരുന്നിരുന്ന സെയിൽസ്മാൻ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ 2 ആഴ്ച മുമ്പ് റിലീസ് ചെയ്ത പുസ്തകമാണ്, അത് ബുക്ക് സ്റ്റാളിലൊക്കെ എത്തിയിട്ടുണ്ടല്ലോ, വിൽപ്പനയ്ക്ക് ഉണ്ടല്ലോ എന്നാണല്ലോ ഞാൻ അറിഞ്ഞത്. ഇല്ല, പുസ്തകം ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, ആ ഗോഡൗണിൽ എങ്ങാനും ഇരിപ്പുണ്ടോ, പൊട്ടിക്കാതെ ഉണ്ടോ എന്നൊന്ന് നോക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല, ഇവിടെ വന്നിരിക്കുന്ന പുസ്തകമൊക്കെ ബാലേന്ദ്രനെ അറിഞ്ഞുകൂടാ ഈ സെയിൽസ്മാൻ. ഇവിടെ വരുന്ന പുസ്തകങ്ങളൊക്കെ പൊട്ടിച്ച് ഞങ്ങൾ നേരെ ബുക്ക് സ്റ്റാളിലെ ഷെൽഫിൽ വെക്കും, ആളുകൾ ഈ പുതിയ ടൈറ്റിലുകൾ ചോദിക്കും, ഞങ്ങൾ എടുത്ത് കൊടുക്കും, ഇവിടെ അങ്ങനെ ഒരു പുസ്തകം ഇല്ല എന്ന് പറഞ്ഞു. ബാലേന്ദ്രൻ പറഞ്ഞു, ആ പുസ്തകം എഴുതിയത് ഞാനാണ്, ബി ബാലേന്ദ്രൻ എന്നാണ് എൻ്റെ പേര്, ആ പുസ്തകം അവിടെ ഉണ്ട്, അത് നിങ്ങളൊന്ന് നോക്കി എടുത്ത് തന്നാൽ മതി എന്ന് പറയും. ഇതാണ് പുസ്തകത്തിൻ്റെയും മറ്റു അവസ്ഥയെന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, 3 കോടി ജനങ്ങളുള്ള കേരളത്തിലെ ജനങ്ങളിൽ 1000 പ്രതികളിറങ്ങുന്ന ഒരു പുസ്തകത്തിലെ എത്ര പ്രതികളാണ് വിറ്റഴിയപ്പെടുന്നത്, യഥാർത്ഥത്തിൽ എത്ര പേരാണിത് വായിക്കപ്പെടുന്നത്? ഇത് ഇന്നും ഇന്നലെയൊന്നും തുടങ്ങിയ കാര്യമൊന്നുമല്ല. അതുകൊണ്ട് നമുക്ക് അതിലേക്ക് പോകണ്ട. ഈ മാറി വരുന്ന കാലഘട്ടത്തെ സാമൂഹ്യ ജീവിത പരിവർത്തന ഘട്ടങ്ങളെ, ജീവിത രീതികളെ, സംസ്കാരധാരകളെ കണ്ടറിഞ്ഞല്ലാതെ മനുഷ്യനിന് മുൻപോട്ട് പോകാൻ കഴിയില്ല. അതിന് പുതിയ അറിവൊന്നും വേണ്ട, നമ്മൾ ഈ പുറകോട്ട് തിരിഞ്ഞ് നോക്കുന്നതാണ് പ്രശ്നം. ഈ ചില ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള വഴക്കൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ ചിലപ്പോൾ ചില പള്ളിയിലച്ചന്മാരോടും ചില മധ്യസ്ഥന്മാരുമായിട്ടൊക്കെ ചർച്ചയ്ക്ക് വയ്ക്കും, സന്ധി സംഭാഷണം. അപ്പോൾ ഒരിക്കലൊരു അച്ഛൻ ഇതുപോലൊരു സന്ധി സംഭാഷണത്തിനെ വിളിച്ച് സംസാരിച്ചപ്പോഴത്തേക്കും ഈ അച്ഛൻ ഈ ഭാര്യയോടും ഭർത്താവിനോടും പറഞ്ഞു, നിങ്ങൾ മുമ്പോട്ടാണ് പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ പുറകോട്ടിന് നോക്കണ്ടെന്ന് പറഞ്ഞു. നമ്മളും ചെയ്യേണ്ടത് തന്നെ. നമ്മളിനി 70കൾ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഗ്രഹാതുരത്വം ഒന്നും ഉൾക്കൊണ്ടിട്ടൊരു കാര്യവുമില്ല. അതൊന്നും ഇനി ഇവിടെ തിരിച്ചു വരാനും പോകുന്നില്ല. നമ്മൾ ഈ 2024 എന്താണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, അതിനെ എങ്ങനെ അഡ്രസ്സ് ചെയ്യണം? ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പുതിയ തലമുറയെ അഡ്രസ്സ് ചെയ്യാൻ പഴയ തലമുറയ്ക്കറിയില്ല എന്നുള്ളതാണ് പുതിയ തലമുറ നേരിടുന്ന പ്രശ്നം. ഞാൻ ഈ സ്കൂൾ കുട്ടികൾ, +2 കോളേജ് സ്റ്റുഡൻസ്, പ്രൊഫഷണൽ കോളേജ് സ്റ്റുഡൻസ്, ഇങ്ങനെയുള്ള വിവിധ കാറ്റഗറിയിൽപ്പെട്ട വിദ്യാർത്ഥികളുമായി തിയേറ്റർ വർക്ക്ഷോപ്പിനും മറ്റുമൊക്കെ ഇടപെടുന്നതായതുകൊണ്ട് കൃത്യമായിട്ട് എനിക്കത് അറിയാൻ സാധിക്കുന്നൊരു കാര്യമാണ്. നമ്മുടെ ഇവിടെ ഇരിക്കുന്നതിനകത്ത് ഈ ഒരു 50-65 ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് ഒരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. മൊബൈൽ ഇല്ലാത്തൊരു കാലഘട്ടത്തിലും മൊബൈലുള്ള കാലത്തും ജീവിക്കാൻ സാധിച്ചിരിക്കുന്നു. ഇപ്പോൾ ഒരു 15 മുതൽ 20 മേപ്പോട്ടേക്ക് പ്രായമുള്ള പല ചെറുപ്പക്കാർക്ക്, കുട്ടികൾക്കുള്ള ഗുണം, അവർ ജനിച്ച് വീഴുന്നത് തന്നെ മൊബൈൽ കാലഘട്ടത്തിലാണ്. ഇതുമായിട്ടൊന്നും നമ്മൾ പൊരുത്തപ്പെടാനും ഒന്നും നമ്മൾ നോക്കണ്ട. നമ്മൾ ശേഷിക്കുന്ന കാലം നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ജീവിച്ചാൽ മതി. അതിനാരെ കുറ്റപ്പെടുത്താനും പരാതി പറയാനും പരുവപ്പെടാനും ഒന്നും പോകണ്ട. ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളൊന്ന് പറഞ്ഞ് ഇത് അവസാനിപ്പിക്കാം. കുറേ ആളുകൾക്കെങ്കിലും വിരസത സൃഷ്ടിപ്പിക്കാൻ പോകുന്നൊരു കാര്യവും കുറേ ആളുകൾക്കെങ്കിലും ഉദ്വേഗം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു കാര്യവുമാണ്. ചുരുങ്ങിയ പക്ഷം ചില രാഷ്ട്രീയ പക്ഷപാത നിലപാടുകൾ ഉള്ളവർക്ക് അല്പം കയ്പ് അനുഭവവും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതെന്ത് സംഭവിച്ചാലും എനിക്ക് പ്രശ്നമില്ല. കാരണം തിരിച്ച് ഞാനിന്ന് വീട്ടിലേക്ക് ചെന്നോളാമെന്ന് പറഞ്ഞിട്ടല്ല ഞാൻ പോന്നിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് ആ വക ഭയാശങ്കകളൊന്നുമില്ല, അങ്ങനെ ജീവിച്ചിട്ടുമില്ല. ഈ കല്ലറയുമായിട്ട് എനിക്ക് ഈ പറഞ്ഞതുപോലെ 70-80 കാലം മുതലുള്ള ബന്ധമുണ്ട്. കല്ലറ എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മയിൽ വരുന്ന ചില പേരുകളുണ്ട്. ആ പേരുകൾ പറയാതെ ഗോപിയുടെ നാടക പ്രവർത്തനവും ഈ കല്ലറയെയും വിട്ട് ഞാനിന്ന് പോകുന്നത് അക്ഷന്തവ്യമായ കുറ്റകൃത്യമായിരിക്കും. കാരണം കോട്ടയം ജില്ല പൊതുവെ നാടക പ്രവർത്തനങ്ങളിൽ ഈ നമ്മൾ സർക്കാർ ഈ ചില ബഫർ സോൺ എന്നൊക്കെ പറയുന്ന പോലെ
ദുർബല വിഭാഗ നാടകക്കാരുടെ ജില്ലയാണ് കോട്ടയം ജില്ല. പ്രൊഫസർ ജി ശങ്കരപിള്ള ഇങ്ങനെയൊക്കെ പേര് പറയുമ്പോൾ ഇവിടെ എൻ്റെ അടുത്ത് ജോയി പറഞ്ഞു നാടകത്തിൻ്റെ പ്രവർത്തകർ 19 പേര് ഇവിടെ ഉണ്ട്. ആ ആളുകൾക്കൊക്കെ ശങ്കരപിള്ള, ജി ശങ്കരപിള്ള എന്നൊക്കെ പറഞ്ഞാൽ അറിയാം. അതല്ലാതെ ഇരിക്കുന്ന ചില ആളുകൾ കേട്ടാൽ കുമ്പളത്ത് ശങ്കരപിള്ളയാണോ, മറ്റേ നമ്മുടെ വൈദ്യൻ, ഇങ്ങനെയൊക്കെ ചോദിക്കും. ഞാനൊരു 2 വർഷം മുമ്പാണ് സ്കൂൾ ഓഫ് ഡ്രാമയിൽ ഓറിയൻറ്റേഷൻ ക്ലാസ്സിന് പോയി. അപ്പോൾ എൻ്റെ ഒരു വിദഗ്ധ വിഷയം നാടകക്കളരി പ്രസ്ഥാനവും തനത് നാടകവേദിയുമാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ആ ടോപ്പിക്കിനെ കുറിച്ചാണ് ഓറിയൻറ്റേഷൻ ക്ലാസ് നടത്താൻ പറഞ്ഞത്. അപ്പോൾ 12 സ്റ്റുഡൻസാണുള്ളത്. ഇതിനെ നാടകക്കളരിയെക്കുറിച്ചും തനനാടകവേദിയെക്കുറിച്ചും പറയുമ്പോൾ CN ശ്രീകണ്ഠൻ നായരെക്കുറിച്ച് പറയാതെ മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്ന് മാത്രമല്ല, മലയാള നാടക സാഹിത്യ നാടകവേദിയുടെ ചരിത്രം പറയുമ്പോൾ CN ശ്രീകണ്ഠൻ നായരെ പരാമർശിക്കാതെ പോവില്ല. അപ്പം ഞാൻ കുട്ടികളോട് വളരെ സ്നേഹത്തോടും സൗമ്യതയോടും ചോദിച്ചു, CN ശ്രീകണ്ഠൻ നായരെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? RSPയുടെ നേതാവല്ലേ സാറേ എന്ന് ചോദിച്ചു. RSPയുടെ നേതാവ് ഒരു ശ്രീകണ്ഠൻ നായരുണ്ടായിരുന്നു. അവരുടെ കുഴപ്പമല്ല. CN ശ്രീകണ്ഠൻ നായരെക്കുറിച്ച് കേൾക്കാനും വായിക്കാനുമുള്ള സാഹചര്യം നമ്മുടെ വിദ്യാഭ്യാസ സാംസ്കാരിക മണ്ഡലങ്ങളിൽ സൃഷ്ടിക്കപ്പെടേണ്ടവർ സൃഷ്ടിക്കപ്പെടാതെ പോകുന്നതിൻ്റെ കുറ്റകൃത്യമുണ്ട്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യം, അവർക്കതറിയേണ്ടി വന്നിട്ടില്ല. അവർ ഈ രാഷ്ട്രീയത്തിൻ്റെ മോക്ഷമാണ് അധികാരം എന്ന് പറയുന്നത് പോലെ നാടകക്കാരുടെ എത്തിപ്പെടാവുന്ന ഏറ്റവും വലിയ മേഖലയാണ് സിനിമ എന്ന് പറയുന്നത് പോലെ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിച്ചാൽ അഭിനയത്തിൻ്റെ ബാലപാഠങ്ങൾ പഠിച്ച് സിനിമാ രംഗത്ത് എത്താമെന്നുള്ളത് കൊണ്ട് സ്കൂൾ ഓഫ് ഡ്രാമയിൽ ബിരുദം വിഷയമായി എടുത്തെത്തിച്ചേർന്നവരാണ്. അവർക്ക് CN ശ്രീകണ്ഠൻ നായരെ പഠിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അപ്പോൾ ഇത് ഒരു അനുഭവമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ കല്ലറച്ച അപ്പോൾ ഈ ശങ്കരപിള്ള സാറിനെ കുറിച്ച് പറഞ്ഞിട്ടാണ് ഞാനിത് പറഞ്ഞത്. അപ്പോൾ ശങ്കരപിള്ള സാറ് ഒരു തള്ളക്കുരുവിയും മക്കളും എന്ന് പറഞ്ഞ ഒരു കഥ കലാകൗമുദിയിൽ എഴുതിയിരുന്നു. സാറ് നാടകകൃത്താണ്. സാറങ്ങനെ കവിതയും കഥ എഴുതുന്ന ആളല്ല. പക്ഷേ ഈ കഥ സാറ് എഴുതുമ്പോൾ ഈ തനത് നാടകത്തിൻ്റെയൊക്കെ ഒരു പുഷ്കലകാലമാണ്. ഈ കഥ വായിക്കുന്ന ഒരു നാടകകൃത്തിനോ നാടക സംവിധായകനോ നാടക പ്രവർത്തകനോ അഭിനേതാവിനോ ഇതിനകത്തൊരു നാടകം കുടിയിരിപ്പുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് അത് നാടകമാക്കാൻ ശ്രമിക്കുന്നെങ്കിൽ ശ്രമിക്കട്ടെ എന്നും കൂടിയുള്ള ഉദ്ദേശം ശങ്കരപിള്ള സാറിനുണ്ട്. അപ്പം ഇത് ഞാൻ വായിച്ചപ്പോൾ കലാകൗമുദി മാതൃഭൂമി ആഴ്ചപ്പതിപ്പൊക്കെയാണല്ലോ അന്ന് നമ്മൾ വായിക്കുന്ന പ്രധാനപ്പെട്ട വാരികൾ. അപ്പോൾ ഇതിങ്ങനെ വായിച്ചപ്പോൾ അതിനകത്തൊരു നാടകം ഉണ്ടെന്ന് തോന്നുകയും ശങ്കരപിള്ള സാറ് ഞാൻ കത്തയച്ചു, സാറ് ഇത് നാടകമാക്കണം എന്ന് ആഗ്രഹമുണ്ട്, സാറിൻ്റെ അഭിപ്രായം പറയണമെന്ന് പറഞ്ഞപ്പോൾ സാറ് ഈ ശ്രീകുമാറിൻ്റെ കാര്യം പറഞ്ഞ പോലെ അന്ന് 20 വയസ്സ് 25 വയസ്സാണ് ഇല്ലൻ്റിൽ 15 എൻ്റെ ഓർമ്മ. ഇല്ലൻ്റിൽ സാറ് നല്ല രസമുള്ള ഒരു കയ്യക്ഷരമാണ് സാറിൻ്റെ. അതിനകത്ത് മറുപടി എനിക്ക് അയച്ചു, വേക്കൻ ഇപ്പോൾ ആ നാടകം അവിടെ ചെയ്യണ്ട, ഞാനതിവിടെ സ്കൂളിൽ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാൻ പോവുകയാണ്. സ്കൂളെന്ന് പറഞ്ഞാൽ സ്കൂൾ ഓഫ് ഡ്രാമയാണ് കേട്ടോ, ചെയ്യിപ്പിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് എനിക്ക് മറുപടി തന്നു. ഞാനത് മാറ്റിവെച്ചു. 6 മാസം കഴിഞ്ഞപ്പോൾ സാറിൻ്റെ കത്ത് അതുപോലെ തന്നെ എനിക്ക് ഒരെണ്ണം വന്നു, ഞാനതിവിടെ ചെയ്യുന്നില്ല, വേക്കൻ ചെയ്യുന്നെങ്കിൽ ചെയ്തോളാം പറഞ്ഞു. അങ്ങനെ ആ കഥ ഞാൻ ദേവസ്വം ബോർഡ് കോളേജിൽ എന്നെ പ്രീ ഡിഗ്രിക്ക് ഇംഗ്ലീഷ് പഠിപ്പിച്ച എച്ച് സദാശിവം പിള്ള എന്ന് പറയുന്ന അധ്യാപകൻ്റെ കയ്യിൽ കൊടുക്കുകയും അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥിയായിരുന്നു ഞാൻ. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞുകൊണ്ട് കിടക്കുന്നത് ഞാൻ അദ്ദേഹത്തിൻ്റെ ഗുരുവാണെന്നാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, സാർ ഇത് നമുക്കൊന്ന് നാടകമാക്കണം, ബോറടിക്കുന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ, ഞാൻ അവിടെ നിർത്തും. അപ്പോൾ ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞതൊന്ന് നാടകമാക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ സാർ അതിനൊരു നാടക രൂപം ഉണ്ടാക്കി തന്നു. ഞാനത് അവതരിപ്പിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി. അപ്പോൾ അഭിനേതാക്കളെ വേണം. അപ്പോൾ അഭിനേതാക്കളെ നമ്മളിങ്ങനെ ഓരോ വർഷവും കളരിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത് പത്രത്തിൽ വാർത്ത കൊടുക്കും, കളരിയിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. അങ്ങനെ കുറേ ചെറുപ്പക്കാർ വരും, പരിശീലനം കൊടുക്കും. പരിശീലനത്തിന് ശേഷമാണ് നാടകം അവതരിപ്പിക്കുക. ഈ തള്ളക്കുരുവിയും മക്കളും നാടകം അവതരിപ്പിക്കാനായിട്ട് വന്നപ്പോൾ അതിനകത്ത്
മധുരവേലി ഒരു രാജു, കടുത്തുരുത്തിയിൽ ഒരു അശോകൻ, ഒരു രാജപ്പൻ, ജോൺസൺ, മധുരവേലി, ഇങ്ങനെ കുറേ ചെറുപ്പക്കാർ വന്നിരുന്നു. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ നിന്ന് എനിക്ക് തള്ളക്കുരുവിയായിട്ട് അഭിനയിക്കാനുള്ള നടനെ കണ്ടുകിട്ടിയില്ല, കാസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ എൻ്റെ അടുത്ത് 1-2 പേര് പറഞ്ഞു, ഈ കല്ലറയിലൊരു ചാക്കോയുണ്ട്, നമുക്കൊന്ന് വിളിച്ചു നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ ഇരിക്കുന്ന ചാക്കോയെ ഈ കൂട്ടുകാരെല്ലാവരും കൂടി വൈക്കത്ത് കൊണ്ടുവന്നത്. അദ്ദേഹത്തെ തന്നെ തള്ളക്കുരുവിയാക്കി ഞങ്ങൾ കുറേ വേദിയിൽ ആ നാടകം അവതരിപ്പിക്കുകയും ചെയ്തതാണ്. അപ്പം ചാക്കോ, പിന്നെ ഞാൻ പറഞ്ഞു വരുന്നത് സണ്ണി എം കവിക്കാർ, കല്ലറയെക്കുറിച്ചുള്ള ബന്ധങ്ങളും ഞാൻ ഇവിടുത്തെ ചില വ്യക്തി വൈഭവം കൊണ്ട് പുറം ലോകം അറിഞ്ഞ ചില ആളുകളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. പിന്നെ ഒരു രാജപ്പനുണ്ട്. രാജപ്പൻ സർക്കാർ ജോലി ഉണ്ടായിരുന്നപ്പോഴും ഇതുപോലെ നിരന്തരം ബന്ധപ്പെടുകയും നാടകത്തിൻ്റെ ഭ്രാന്ത് കയറിയ കുറേ ആളുകളെക്കുറിച്ചാണ്. സണ്ണിക്കും ഉണ്ടായിരുന്ന കേട്ടോ ഈ ഭ്രാന്ത്. ജനറൽ ഗുപ്തനൊക്കെ ഇപ്പോഴല്ലേ, രാജപ്പൻ എന്ന് പറയുന്നത്, അതാണ് ശരി. അത് അദ്ദേഹം ഒരു തൂലികാ നാമം സ്വീകരിച്ചു എന്നേ ഉള്ളൂ. ലെറ്റ് ഇറ്റ് ബി, അതങ്ങനെ സംഭവിച്ചിട്ട് കുഴപ്പമില്ല. സണ്ണി എം കവിക്കാർ, സണ്ണി വൈക്കത്ത് LIC ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് കാണുമായിരുന്നു. അപ്പോൾ ഒരു റഷ്യൻ നാടകമുണ്ട്, ഇൻസ്പെക്ടർ ജനറൽ എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, വേഗം നമുക്കിതൊന്ന് അവതരിപ്പിക്കാൻ പറ്റൂ. ഈ അധികാരത്തിൻ്റെ എന്താ പറയുക, അധികാരത്തിൻ്റെ ഈ മത്ത് പിടിച്ചിട്ട് പ്രജകളെ, സൈനികാംഗങ്ങളെയൊക്കെ ഇങ്ങനെ ഭയങ്കരമായി ഉപദ്രവിക്കുന്ന ഒരു വിഷയമാണ്, പ്രമേയമാണ്. അത് നാടകമാക്കാമെന്നൊക്കെ സണ്ണി പറഞ്ഞെങ്കിലും സണ്ണിക്കും പൊതുവെയുള്ള, പച്ചയ്ക്ക് പറയാമല്ലോ, കല്ലറക്കാർക്ക് പൊതുവെയുള്ള ഒരു അലസതയുണ്ട്. അത് അദ്ദേഹവും കാണിച്ചിരുന്നു. എനിക്ക് വളരെ വർഷങ്ങളായിട്ട് പരിചയമുള്ള പ്രകാശൻ ഇവിടെ ഇരിപ്പുണ്ട്. പ്രകാശൻ ഇങ്ങനെ ഇപ്പോൾ ആലോചിക്കുന്നത് എന്താണെന്നറിയാമോ? പ്രകാശനെ മനസ്സിലായല്ലോ അല്ലേ നിങ്ങൾക്കെല്ലാവർക്കും? പ്രകാശൻ ഇപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് ആലോചിക്കുന്നത്, ഈ വേക്കൻ എന്താണ് എൻ്റെ അടുക്കെ വരാത്തത്, വിഗ് ഉണ്ടാക്കിക്കുക. അങ്ങനെ എല്ലാവരെയും സുന്ദരന്മാരും സുന്ദരികളുമാക്കുന്ന വലിയൊരു കലാകാരനാണ് ഇരിക്കുന്നത്. അപ്പം ഞാൻ ഈ മേക്കപ്പും ചമയോ ഇതൊക്കെ ചെയ്യാറുള്ള സാധാ സ്റ്റേജിലാണ്. ജീവിതത്തിൽ നമുക്ക് ഈ അഭിനയവും നാട്യവും ഒന്നും വേണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ വർത്താനം പറയുന്നത്. എനിക്കിങ്ങനെയൊക്കെ പറയാനാണ് ഇഷ്ടം. പക്ഷേ നമ്മളൊരു ഗൗരവമുള്ളൊരു പ്രഭാഷണം, ഒരു വിഷയം പറയുകയാണെങ്കിൽ ഇങ്ങനെ പറയാൻ പറ്റുകയുമില്ല. ആ ഒരു സ്വാതന്ത്ര്യവും അതിനുള്ളൊരു വേദിയുമാണെന്നുള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. അപ്പോൾ ഈ പ്രകാശൻ, സണ്ണി എം കവിക്കാർ, പിന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നാടകത്തെ സംബന്ധിച്ച ബിരുദവും ബിരുദാനന്തര ബിരുദവും ഒക്കെ നേടിയ വ്യക്തി ഇന്ന് കേരളത്തിൽ ഏതെന്ന് ചോദിച്ചെന്നാൽ ഒറ്റ പേരെ പറയാനുള്ളൂ, അത് സാംകുട്ടി പട്ടംകരിയാണ്. ഡോക്ടർ എന്നൊക്കെയുള്ള വിശേഷണം അവിടെ നിൽക്കട്ടെ. ഇപ്പം ഡോക്ടർ എന്ന് പറയുന്നത് ഈ വിവാഹ കമ്പോളത്തിലും ചില പ്രിൻസിപ്പൽ UGC പോസ്റ്റുകളൊക്കെ കിട്ടാനുള്ള ചില അക്ഷരങ്ങൾ മാത്രമാണ്. ഇവരുടെ ആരുടെയും ഒറ്റയാളിൻ്റെയും തിസീസ് നമ്മൾ പൈസ കൊടുത്ത് പഠിപ്പിച്ച് PhD ചെയ്യിപ്പിച്ച ഈ ബിരുദക്കാരുടെ ഒറ്റയാളിൻ്റെ പോലും ഈ തിസീസ് പുസ്തക രൂപത്തിൽ അച്ചടിച്ചു എന്ന് നമ്മളാരും വായിച്ചിട്ടില്ല. ഇത് വാസ്തവത്തിൽ അക്കാദമിക ദുരന്തമാണ്. 7 വർഷം 6 വർഷം, ചിലർ 12 വർഷം, ഇടയ്ക്കൊക്കെ ഉഴപ്പുന്നത് കൊണ്ടാണ്. ചിലർ 3 വർഷം കൊണ്ടൊക്കെ ഗവേഷണം നടത്തി തയ്യാറാക്കുന്ന പ്രബന്ധം ഇത് ഇത്രയും കനമൊക്കെ ഉണ്ടാകും. ഇത് പ്രിൻ്റ് ചെയ്ത് സമർപ്പിച്ച് അവാർഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ലൈബ്രറിയുടെ ഈ ഷെൽഫിനകത്തിരിക്കും. എന്താണ് ഇയാൾ ചെയ്തത്, എന്താണ് അയാൾ കണ്ടെത്തിയിരിക്കുന്നത്, ഇതൊന്നും വായിക്കാനുള്ള അവകാശം ഇവിടുത്തെ അക്കാദമിക പണ്ഡിതന്മാർക്കോ പാണ്ഡിത്യമില്ലാത്തവർക്കോ സാധാരണക്കാർക്കോ അവകാശമില്ല. നിഷേധിക്കുകയാണ് നമ്മുടെ അവകാശം. അപ്പോൾ സണ്ണി ഇപ്പം ലോകത്ത് പല സ്ഥലത്തും പോയി നാടകം ചെയ്യുന്നയാളാണ്. സാംകുട്ടി, സണ്ണിയല്ല, സാംകുട്ടി പട്ടംകരിയാണ്. ഞങ്ങളൊക്കെ തമ്മിൽ ഈ കല്ലറയിൽ നിന്ന്, അന്ന് സാംകുട്ടി നാടകത്തിനകത്ത് വന്നയാളല്ല, നാടകത്തിലൂടെ വന്നയാൾ. സാംകുട്ടി വലിയ ചിത്രകലയാണ്. പോസ്റ്റർ, കല്ലറയിൽ ചില സമരങ്ങളൊക്കെ നടക്കുമ്പോൾ പോസ്റ്റർ എഴുതാനായിട്ടൊക്കെ അങ്ങനെ വര തുടങ്ങി ചിത്രകല പഠിച്ച് ചിത്രകല പൂർത്തിയാക്കാതെ സ്കൂൾ ഓഫ് ഡ്രാമയിൽ ചേർന്ന് അങ്ങനെ നാടകത്തിൻ്റെ വേദിയിലേക്ക് വന്ന കലാകാരൻ. ഞാൻ പറഞ്ഞത് ഇങ്ങനെ ചില വ്യക്തിത്വങ്ങൾ കല്ലറയുമായി എനിക്ക് ബന്ധമുണ്ട്.
ഇവരുമായിട്ടുള്ള അത്രയും ബന്ധം ഇല്ലാതെ പോയ ഒരു മനുഷ്യ സ്നേഹിയായിരുന്നു വാസ്തവത്തിൽ ഗോപി. പ്രശസ്ത ചിത്രകാരൻ അന്തരിച്ച എം വി ദേവൻ മാഷ്, കുറച്ച് പേർക്കെങ്കിലും ഇതിനകത്തിരിക്കുന്നവർക്ക് അറിയാമായിരിക്കും. എം വി ദേവൻ മാഷ് പറഞ്ഞിട്ടുള്ളൊരു വാചകമുണ്ട്: നിങ്ങൾ എത്ര വലിയ കലാകാരനാണെങ്കിലും നിങ്ങളൊരു നല്ല മനുഷ്യനാകുന്നില്ലെങ്കിൽ വട്ടപൂജ്യമാണ് നിങ്ങൾ. ഇത് രണ്ടും പൊരുത്തപ്പെട്ടു പോകുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു ഗോപി എന്നാണ് നമ്മുടെ ഈ സുവനീർ വായിക്കുമ്പോഴും മറ്റു പലരും പറഞ്ഞു കേൾക്കുമ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് അത്ര പാടാണ്. ഇത് ഞാൻ എൻ്റെ അടുക്കൽ കളരിയിലും മറ്റുമൊക്കെ വരുന്ന പലരും ചോദിക്കും, മാഷ് എങ്ങനെയാണ് ഈ നാടക പ്രവർത്തനവും കുടുംബജീവിതവും കൂടി ഒന്നിച്ചു കൊണ്ടുപോകുന്നത്? ഇത് ഭയങ്കര പ്രശ്നമുള്ള മേഖലയാണ് രണ്ടും. ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, കുറച്ച് ലഹരി പിടിക്കും. നമ്മളിങ്ങനത്തെ കിഷോറിനെ പോലുള്ള ആളുകളുടെ കവിത കേൾക്കുകയും പുല്ലാങ്കുഴലിൽ നിന്നൊരു നാദം കേൾക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ മൊത്തം ലഹരിയൊക്കെ പിടിക്കും. അതങ്ങനെ അതിൻ്റെ വഴിക്ക് പോകും. വീട്ടിൽ ചെല്ലുമ്പോൾ ഭാര്യ, മക്കൾ, പ്രാരാബ്ദങ്ങൾ. പക്ഷെ ഇത് രണ്ടും ഒന്നിച്ചു കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുള്ള അപൂർവം വ്യക്തികളിൽ ഒരാളാണ് ഞാൻ. അപ്പോൾ ഇതിൻ്റെ സർക്കസ് കുട്ടൻസ് ഇല്ല, ഇതിൻ്റെ കുട്ടൻസ് എന്താണെന്നാണ് ഈ മാഷിനോട് എന്നോട് ഈ പലരും ചോദിക്കുന്നത്. ഇപ്പം ഞാൻ പറയാറുള്ളൊരു മറുപടി, ഈ ഭാരത് സർക്കസും ജംബോ സർക്കസും ജെമിനി സർക്കസും ഒന്നും കാണണ്ട. നമ്മുടെ ഈ റോഡിൻ്റെ ചില ജംഗ്ഷനുകളിൽ ഈ ഒരു വയറ് നിറയ്ക്കാൻ വേണ്ടി ഭാര്യയും ഭർത്താവും 1-2 പെൺകുട്ടികളും ഒരു കുരങ്ങും ഒരു നായയും ഒരു ഡ്രമ്മും 1-2 മുളയുമായി ജീവിക്കാൻ വരുന്ന കുറച്ച് മനുഷ്യരും. അവരിതിനെ സെറ്റ് ചെയ്യും. ഈ ജംഗ്ഷനിൽ ആളുകളൊക്കെ കൂടുന്ന സ്ഥലത്ത് സെറ്റ് ചെയ്തിട്ട് ഈ കവര വെച്ച് കിട്ടുന്ന പോലെ ഇങ്ങനെ 2 മുള അപ്പുറത്ത് വെച്ചിട്ട് ഇത് തമ്മിൽ ബന്ധിപ്പിച്ച് കമ്പി കെട്ടും. എന്നിട്ട് അതിൻ്റെ മുകളിൽ കയറി നടക്കും. ഈ നടക്കുമ്പോൾ ഇതിൻ്റെ മുകളിൽ കയറി കഴിയുമ്പോൾ താഴത്തുനിന്ന് ഏകദേശം ഇത്രയും നീളമുള്ള ഒരു വണ്ണം കുറഞ്ഞൊരു മുള ഇട്ട് കൊടുക്കും. ഇത് പിടിച്ചതിൻ്റെ മുകളിൽ നിന്നിട്ട് ഇത് പിടിച്ചിട്ടാണ് നടക്കുന്നത്. ഇത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ വശത്തേക്ക് പോകുമ്പോൾ നമ്മൾ ഈ വശത്തേക്ക് ഇത് ബാലൻസ് ചെയ്യും. ഇത്തരത്തിലുള്ളൊരു ചാണിന്മേൽ കളി, ബാലൻസിങ്ങിന് വേണ്ടി നടത്തുന്ന ജീവിതമാണ് കലാകാരൻ്റെ പലരുടെയും. ഇത് രണ്ടും കൂടി കൊണ്ടുപോകാൻ വലിയ പാടാണ്. കലാകാരന്മാരെന്ന് മാത്രമല്ല, എഴുത്തുകാരുടെയും ക്രിയേറ്റീവായി ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്ന പലരുടെയും പ്രശ്നങ്ങൾ അങ്ങനെയാണ്. ഞാൻ പറഞ്ഞു വന്നത്, കല്ലറയുമായുള്ള ബന്ധത്തിൽ ഗോപിക്ക് എൻ്റെ ഉള്ളിൽ സ്ഥാനം കിട്ടിയ മറ്റൊരനുഭവമാണ്. എനിക്ക് തോന്നുന്നു അതുകൂടി പറഞ്ഞത് അവസാനിപ്പിക്കുകയായിരിക്കും നല്ലത്. 2019 ഞങ്ങളൊരു നാടകം അവതരിപ്പിച്ചിരുന്നു. ആ നാടകത്തിൻ്റെ പേര് നിങ്ങൾ എന്തിനാണ് എൻ്റെ കുട്ടിയെ പെരുമഴയത്ത് നിർത്തിയിരിക്കുന്നത് എന്നാണ്. ഇതിനകത്ത് ചില ആളുകളെങ്കിലും ഈ ടൈറ്റിൽ കേട്ടിട്ടുണ്ടാകും. ഇത് നമ്മൾ മുമ്പ് ഈ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ പറയുകയുണ്ടായി. അതിനേക്കാൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കാൾ വലിയ പൗരസ്വാതന്ത്ര്യവും മനുഷ്യാവകാശ നിഷേധവും ഒക്കെ നടന്ന വലിയൊരു സംഭവം ഇന്ത്യയിൽ സംഭവിച്ചിട്ടുണ്ടല്ലോ, അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത്. അതൊക്കെ ശേഷമല്ലേ നമുക്ക് നാടകത്തിലേക്ക് വരിക. ഈ അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ത്യയിൽ താരതമ്യമില്ലാത്ത ഒരു വലിയ സംഭവം ഉണ്ടായതിൻ്റെ ഒരു ചെറിയ രേഖപ്പെടുത്തലോ ഓർമ്മപ്പെടുത്തലോ ആണ് ഈ നാടകം. ഈ താരതമ്യമില്ലാത്തതെന്ന് ഞാൻ പറഞ്ഞത് ആലങ്കാരികമായി പറഞ്ഞതല്ല. ലോകത്ത് പല രാജ്യങ്ങളിലും അടിയന്തരാവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ പീഡനങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്, മരിച്ചവരുടെ ബോഡി ബന്ധുക്കൾക്ക് വിട്ടുകിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയിൽ ഈ കോണകം പോലെ നീളമുള്ള കൊച്ചു കേരളത്തിൽ നടന്ന അതിദാരുണമായ അതിദയനീയമായ ഒരു പീഡന കൊലപാതക ശ്രമത്തിൻ്റെ കഥയല്ല അനുഭവമാണ് ആ നാടകം പറയുന്നത്. നിങ്ങൾക്കറിയാമായിരിക്കും, ഈശ്വര വാര്യർ എന്ന ഒരു ഹിന്ദി പ്രൊഫസറും അദ്ദേഹത്തിൻ്റെ മകൻ രാജൻ കോഴിക്കോട് റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജിൽ വിദ്യാർത്ഥിയായി പഠിക്കുന്ന സമയത്താണ് അടിയന്തരാവസ്ഥ സംഭവിക്കുന്നത്.
രാജൻ ഇതുപോലെ തന്നെ നാടകം അഭിനയിക്കുകയും പാട്ട് പാടുകയും ഒക്കെ ചെയ്യുന്ന കലാകാരനായിരുന്നു. കരുണാകരൻ പങ്കെടുക്കുന്ന ഒരു യോഗത്തിൽ രാജൻ കനകസിംഹാസനത്തിൽ കയറിയിരിക്കുന്നവൻ ശുനകനോ അതോ ശുംഭനോ എന്ന് പാട്ട് പാടുകയും ഒക്കെ ചെയ്തിട്ടുള്ള രാജനാണ്. രാജനെ മോശമായി ഞാൻ പറയാൻ വേണ്ടിയിട്ടല്ല ഇത് പറഞ്ഞത്. ആ സമയത്താണ് ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. അടിയന്തരാവസ്ഥക്കിടയിലാണ് കായണ്ണ പോലീസ് സ്റ്റേഷൻ ആക്രമണം ഉണ്ടാകുന്നത്. ശരിയല്ല, ആ സമയത്താണ് കായണ്ണ എന്ന് പറയുന്ന സ്ഥലത്ത് പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിൽ നക്സൽ ബാരികൾ എന്ന് പറയുന്ന വിപ്ലവ വീര്യമുള്ള മനുഷ്യസ്നേഹികളായിട്ടുള്ള അവർ നടത്തിയ ആക്രമണത്തിൽ അവർ പോലീസ് സ്റ്റേഷനിൽ തോക്കൊക്കെ എടുത്തുകൊണ്ട് പോയി. നമ്മുടെ ഇപ്പോഴത്തെ DYFIക്കാരും മറ്റൊക്കെ എടുത്തുകൊണ്ട് പോകുന്ന പോലത്തെ തോക്കല്ലായിരുന്നു അത്. ആ തോക്കുകൾ കണ്ടെടുക്കുകയും എടുത്തുകൊണ്ടുപോയ പ്രതികളെ പിടിക്കുകയും മറ്റും ചെയ്യണമെന്ന ഉദ്ദേശത്തോടുകൂടി പോലീസ് അവിടെ മുഴുവൻ അരിച്ചു പറക്കുമ്പോൾ അവർക്ക് കിട്ടിയ ഇൻഫർമേഷനിൽ രാജൻ എന്ന പേരുള്ള ഒരാളും ഈ കായണ്ണ പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ള വിവരം കിട്ടുകയാണ്. അതിൻ്റെ അന്വേഷണത്തിൻ്റെ തുടർച്ചയുടെ ഭാഗമായിട്ടാണ് അന്ന് നക്സലൈറ്റ് മൂവ്മെൻറ്റിൻ്റെ കേരളത്തിലെ ഏറ്റവും വലിയ നേതാവായിട്ടുള്ള സ്റ്റേറ്റ് സെക്രട്ടറി മറ്റുമായിരുന്നിട്ടുള്ള MM സോമശേഖരനൊക്കെ ആയിട്ടുള്ള സൗഹൃദവും ബന്ധവും ഒക്കെ പുലർത്തിയിരുന്ന ആളുകളിൽ ഒരു രാജനുണ്ട് എന്ന് പോലീസിന് ഇൻഫർമേഷൻ കിട്ടുകയും ആ രാജൻ നമ്മൾ ഈ സൂചിപ്പിച്ച രാജനാണ് എന്ന് പോലീസ് കണ്ടെത്തുകയും റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജിൽ പോയി രാജനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയുമാണ് ചെയ്തത്. അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ രാജനെ കക്കയം കോൺസെൻട്രേഷൻ ക്യാമ്പിൽ കൊണ്ടുപോയി ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ പോലീസിൻ്റെ അന്നത്തെ പേര് പറഞ്ഞാൽ ജയറാം പടിക്കലിൻ്റെ പോലീസ് ക്രൂരമായി ഉരുട്ടി എന്ന് പറയുന്ന ഒരുതരം പീഡനമുറ. എന്തായാലും രാജൻ ഈസ് നോ മോർ ആ സമയത്ത്. ഇതൊക്കെ ഇപ്പോഴൊക്കെ സംഭവിക്കുന്നുണ്ട്. ഞാൻ അതാണ് പറയുന്നത്. നമ്മൾ ഈ നാടക പ്രവർത്തകർ, സിനിമ, വിപ്ലവം എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ഒരു മണ്ണാങ്കട്ടേ നടക്കുന്നില്ല ഈ നാട്ടിൽ. അതൊക്കെ തന്നെയാണ് ഇപ്പോഴും ഇവിടെ നടക്കുന്നത്. നമ്മൾ ഇവിടെ പറഞ്ഞു, നമ്മൾ ഈ കോംപ്രമൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കവിയാണ് പറഞ്ഞത്, കോംപ്രമൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ കോംപ്രമൈസിനെതിരെ വാസ്തവത്തിൽ ശബ്ദമുയർത്തേണ്ട കലാകാരന്മാർ അല്ലെങ്കിൽ സാംസ്കാരിക പ്രവർത്തകർ വാസ്തവത്തിൽ നമ്മൾ പറയില്ലേ, ഈ ചില അപ്പക്കഷ്ണങ്ങൾക്കും സ്ഥാനമാനങ്ങൾക്കും പുരസ്കാരങ്ങൾക്കും വേണ്ടി തല കുനിച്ച് PVC കൊണ്ടുള്ള റബ്ബർ കൊണ്ടുള്ള നട്ടെല്ലുകൾ ഉപയോഗിക്കുമ്പോൾ ഇങ്ങനത്തെ അരാജകത്വം നടമാണ്. ഇത് ആദ്യത്തെയോ അവസാനത്തെയോ സംഭവമൊന്നും ആകില്ല. ഇനിയും ഇതൊക്കെ സംഭവിക്കും. പക്ഷെ അതിനെതിരെ പ്രതികരിക്കാൻ നമ്മൾ തയ്യാറാകുന്നുണ്ടോ എന്നുള്ളതാണ് ഈ കലയും സാഹിത്യവും കവിതയും നാടകവും നമ്മുടെ മുൻപിൽ വയ്ക്കുന്ന ചോദ്യമെന്ന് പറയുന്നത്. എനിവേ, എന്തായാലും രാജൻ ഒരു മൃതശരീരമായി മാറുകയും രാജനെക്കുറിച്ച് പിന്നീട് ഒരു വിവരവും രാജൻ്റെ കുടുംബാംഗങ്ങൾക്ക് ലഭിക്കാതിരിക്കത്തക്ക വിധം പോലീസ് ആ ബോഡി കൈകാര്യം ചെയ്തു എന്നുമാണ് ചരിത്രം. ഈ സംഭവം നടക്കുമ്പോൾ എനിക്ക് അത്ര വലിയ പ്രായമൊന്നുമില്ല. പക്ഷേ എന്നെ സ്വാധീനിച്ചത് രാജൻ്റെ അച്ഛൻ ഈശ്വരവാര്യർ നടത്തിയ പോരാട്ടമാണ്. ഇവിടെ ഇപ്പം നമുക്ക് സമരം നടത്താൻ 10 പേരെ കിട്ടും. പക്ഷെ ഇതൊരു മനുഷ്യൻ ഒറ്റയ്ക്ക് നടത്തിയ പോരാട്ടമാണ്. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ കണ്ടാൽ ഇവിടെ ഇരിക്കുന്ന മനസ്സാക്ഷി മരവിച്ചിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്നേ നോക്കൂ, പിന്നെ നോക്കില്ല. അങ്ങനത്തെ ചില ഫോട്ടോകളുണ്ട് അദ്ദേഹത്തിൻ്റെ. അപ്പം എന്തായാലും ഈ ഈശ്വരവാര്യർ എന്നെ ഒരുപാട് ഹോണ്ട് ചെയ്ത ഒരു കഥാപാത്രമാണ്. ഈ കഥാപാത്രത്തെ, ഈ മനുഷ്യനെ കഥാപാത്രമാക്കിക്കൊണ്ടൊരു നാടകം ചെയ്യണമെന്ന് ഞാൻ വളരെ നാളുകളായി ആഗ്രഹിച്ചിരുന്നു. അങ്ങനെയാണ് 2009 ആ നാടകം ചെയ്യാൻ തീരുമാനിക്കുന്നത്. അത് ഈശ്വരവാര്യർ വളരെ യാദൃശ്യമായി മരിക്കുന്നു. മരിച്ചതിൻ്റെ പിറ്റേ ആഴ്ചയിൽ ഇറങ്ങിയ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ താഹാമാടായി എഴുതിയ ലേഖനം, KG ശങ്കരപ്പിള്ളയുടെ കവിത, നടൻ പ്രേംജിയുടെ മകൻ നീലൻ എഴുതിയ ലേഖനം, ഈ 3 ഐറ്റങ്ങൾ ഒന്നിച്ച് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ഒന്നിച്ച് അച്ചടിച്ചു വരികയും അതെൻ്റെ കയ്യിൽ കിട്ടുകയും അത് വായിക്കുകയും ചെയ്തപ്പോൾ
ഇനി ഇത് ഒരു നിമിഷം പോലും വൈകരുത്, ഈ മനുഷ്യനെക്കുറിച്ചുള്ള നാടകം ചെയ്യണമെന്ന് തീരുമാനിക്കുകയും അങ്ങനെ ആ നാടകം എഴുതി അവതരിപ്പിക്കുകയാണ് ചെയ്തത്. എന്തായാലും ആ നാടകം, ഇതാണ് ആ നാടകം. ആ പുസ്തകമായിട്ട് ഇറങ്ങിയപ്പോഴുള്ളതാണിത്. ഇതിന് പേരൊന്നുമില്ല. ഇതിൻ്റെ പേരറിയണമെങ്കിൽ രാജൻ അപ്രത്യക്ഷനായതുപോലെ ഇതിനകത്ത് രാജനില്ല. രാജനെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടണമെങ്കിൽ ഈ ജയിലിൻ്റെ അടി തുറക്കണം. അപ്പോഴാണ് നിങ്ങൾ എന്തിനാണ് എൻ്റെ കുട്ടിയെ പെരുമഴയത്ത് നിർത്തിയിരിക്കുന്നത് എന്നുള്ള ചോദ്യം നമ്മുടെ മുൻപിൽ വരിക. അപ്പോൾ ഇത് കൺസീവ് ചെയ്യുകയും മറ്റുമൊക്കെ ചെയ്ത ആളെന്നുള്ള നിലയിൽ ഈ നാടകം അവതരിപ്പിക്കുകയും അത് കുറേ വേദികളിൽ അവതരിപ്പിച്ചു. എനിക്ക് ഈ നമ്മുടെ ഗായത്രിയാണെന്ന് പറഞ്ഞത്, നമ്മളെല്ലാം ഈ അംഗത്വങ്ങളിൽ പെട്ട് നിൽക്കുകയാണല്ലോ. എനിക്ക് 2 അംഗത്വമേ ഉള്ളൂ. ഒന്ന് ലോക പൗരൻ എന്നുള്ള അംഗത്വം, പിന്നെ എൻ്റെ കുടുംബാംഗം എന്നുള്ള അംഗത്വം. തിരിച്ചു വരുമ്പോൾ വീട്ടിൽ നിന്ന് കയറി കിടക്കണമല്ലോ. ഇപ്പോൾ കലാകാരന്, എഴുത്തുകാരന് അഖില ലോക പൗരത്വമാണ്, ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് മാത്രമാണ്. അതിവിടെ ജീവിക്കാനുള്ള ഒരു തുണ്ട് കടലാസ് മാത്രമാണ്. അങ്ങനെയുള്ള ഒരു പൗരത്വം കാത്തു സൂക്ഷിക്കുന്ന ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ ഈ നാടകം ഞങ്ങൾ കുറേ വേദികളിൽ അവതരിപ്പിക്കുകയും 2012 അത് ഇങ്ങനെ പുസ്തകമായിട്ട് ഇറങ്ങുകയും ചെയ്തു. ആ സമയത്താണ് ഗോപി പ്രവർത്തക ഭാരവാഹിത്വമുള്ള നമ്മുടെ ഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ സംസ്കാര എന്ന് പറയുന്ന സംഘടന, അവിടെ പ്രവർത്തിച്ചിരുന്ന VK ഉണ്ണികൃഷ്ണൻ എന്ന ഒരു എഴുത്തുകാരനും പ്രതിഭാധനായ മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹം ദിവംഗതനായപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ ഈ സംസ്കാരയുടെ പ്രവർത്തകർ ഒരു അവാർഡ് ഏർപ്പെടുത്തി. അപ്പോൾ അതിനകത്ത് 1 വർഷം നോവലിന്, 1 വർഷം കവിതയ്ക്ക്, 1 വർഷം നാടകം അങ്ങനെ കൊടുക്കുകയായിരുന്നു അവർ ചെയ്തുകൊണ്ടിരുന്നത്. 2012 അവർ നാടകത്തിനാണ് അവാർഡ് കൊടുക്കാൻ തീരുമാനിച്ചത്. പത്രത്തിൽ വാർത്ത വന്നു. അപ്പോൾ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഈ പുസ്തകമൊക്കെ ഇങ്ങനെ നമ്മൾ അച്ചടിച്ച് വെക്കുമെങ്കിലും ഇത് വായിക്കുന്നവരുടെ എണ്ണം തുലവും പരിമിതമാണ് എന്ന് നമുക്കറിയാവുന്നത് കൊണ്ട് ഞാൻ ഈ പുസ്തകം ഈ വിധികർത്താക്കളെങ്കിലും വായിക്കുമല്ലോ, അവാർഡിന് വേണ്ടിയല്ല, അവരെങ്കിലും ഇതൊന്ന് വായിക്കട്ടെ എന്ന് കരുതി ഈ പുസ്തകം അവാർഡിന് അയച്ചു കൊടുത്തു. 1 മാസം കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ഫലമൊക്കെ വരുന്നത്. ഈ നാടകമായിരുന്നു മികച്ച നാടകമായി സംസ്കാരം തിരഞ്ഞെടുത്തത്. അതിനേക്കാൾ ഉപരി ഗോപിയും VC ഹാരിസും മാത്യു ജെ മുട്ടം എന്ന് പറയുന്ന മലയാള ഭാഷാ സാഹിത്യത്തിൽ PhD ചെയ്തിട്ടുള്ള KE കോളേജിലെ മലയാള വിഭാഗം അധ്യക്ഷനായിട്ടുള്ള ഈ 3 പേരായിരുന്നു എൻ്റെ വിധികർത്താക്കൾ. അപ്പോൾ ആ വിധികർത്താക്കൾ തിരഞ്ഞെടുത്തത് ഈ പുസ്തകമായി. എൻ്റെ കയ്യിൽ ഗോപിയുടെ ഒരു പുസ്തകമോ ഗോപിയുടെ കയ്യൊപ്പ് രേഖപ്പെടുത്തിയ ഒരു കടലാസോ ഇല്ല. പക്ഷേ ഈ അവാർഡ് തന്നപ്പോൾ ഒരു സർട്ടിഫിക്കറ്റ് ഫ്രെയിം ചെയ്ത് ലാമിനേറ്റ് ചെയ്തുകൊണ്ട് അതിനകത്ത് ഗോപിയുടെ കയ്യൊപ്പാണ്. ആ കയ്യൊപ്പാണ് ഞാൻ ഈ കഴിഞ്ഞ ദിവസവും ഈ വിഷയവുമായി ബന്ധപ്പെട്ടിങ്ങനെ നോക്കിയപ്പോൾ എന്താണ് ഗോപിയെക്കുറിച്ചുള്ള ഓർമ്മകളിൽ, രേഖകളിൽ എൻ്റെ കയ്യിലുള്ളതെന്ന് കരുതി നോക്കിയപ്പോഴാണ് ഞാനിത് കാണുന്നത്. അപ്പം ഞാനിത് രാജപ്പൻ വന്നിട്ടുണ്ട് ഇവിടെ. ഞാൻ മുമ്പ് സൂചിപ്പിച്ച കല്ലറയിൽ ഏറ്റവും കൂടുതൽ നാടകം നെഞ്ചേറ്റി നടന്ന ഒരു വ്യക്തിയാണ് രാജപ്പൻ. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചെന്നാൽ, ഈ നാടകത്തിന് അവാർഡ് കൊടുക്കാൻ തീരുമാനിച്ച് ഞാനിത് പറഞ്ഞ് തീർക്കുകയാണ്. അവാർഡ് വാങ്ങിക്കാനായിട്ട് ഇതിനകത്ത് സഹ എഴുത്തുകാരനായിട്ട് സിരിചന്ദ്രൻ എന്നൊരു വ്യക്തിയും കൂടിയുണ്ട്. അദ്ദേഹത്തിൻ്റെ ലിഖിത രൂപവും ഇതിൻ്റെ രംഗരൂപം ഞാനുമാണ് നിർവഹിച്ചത്. അപ്പോൾ ഇതിൻ്റെ അവാർഡ് വാങ്ങിക്കാനായിട്ട് ചെന്നപ്പോൾ ജോർജ് AV ജോർജ് ആയിരുന്നു വൈസ് ചാൻസലർ. AV ജോർജ്. അപ്പോൾ അദ്ദേഹം അവാർഡ് തന്നിട്ട് വേഗം ഒന്ന് മീറ്റിംഗ് കഴിഞ്ഞില്ല, അവാർഡ് തന്നിട്ട് വേഗം ഒന്ന് പോകാനായിട്ട് എഴുന്നേൽക്കുകയാണ്. അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ അധ്യക്ഷൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്, അത് VC കേൾക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നൊന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു. അപ്പോൾ അധ്യക്ഷൻ VCയോട് അത് പറഞ്ഞു. അപ്പോൾ VC പറഞ്ഞാൽ അത് പറഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞു. അവാർഡ് തന്നു കഴിഞ്ഞാൽ പിന്നെ അവാർഡ് ഏറ്റു വാങ്ങിയ ആളൊരു മറുപടി പറയുമല്ലോ, അത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഇരിക്കാൻ ഞാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അങ്ങയുടെ ഔദാര്യത്തിന് നന്ദിയുണ്ട്, പക്ഷേ ഈ യൂണിവേഴ്സിറ്റിയുടെ VC ആയിട്ടിരിക്കുന്നിടത്തോളം കാലം
അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. 2 കാര്യമുണ്ട്. അതിനകത്ത് ഒരു കാര്യം ഞാനിവിടെ പറയുന്നില്ല, ഒരു കാര്യം ഞാനിവിടെ പറയാം. നമ്മുടെ ഈ ബിരുദവും ബിരുദാനന്തര ബിരുദവും ഒക്കെ നേടിയ അക്കാഡമീഷ്യൻസ് എന്ന് പറയുന്ന ആളുകൾ PhDക്ക് വേണ്ടി രജിസ്റ്റർ ചെയ്യും. സ്ത്രീകൾ, യുവതികൾ, വിവാഹിതർ, അമ്മമാർ, ഇങ്ങനെയൊക്കെ കാറ്റഗറിയിൽപ്പെട്ടവരും ഒരു ഗൈഡിനെ കണ്ടെത്തും, ഒരു റിസർച്ച് ഗൈഡിനെ കണ്ടെത്തും. ഭാഗ്യത്തിനോ നിർഭാഗ്യത്തിനോ ഇവർ ചൂസ് ചെയ്തിരിക്കുന്ന ടോപ്പിക് അല്ലെങ്കിൽ സബ്ജക്റ്റ് അതിന് ഗൈഡായിട്ട് കിട്ടുന്നത് ഒരു പുരുഷൻ പ്രൊഫസർ, PhD, അദ്ദേഹം അങ്ങനെ ഒരാളാണെങ്കിൽ ഈ സ്ത്രീ, യുവതി, അമ്മ, മകൾ ആര് ആയാലും ശരി, ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഈ തിസിസ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഇടക്കാല സന്ദർഭങ്ങളിൽ സിഗ്നേച്ചർ കിട്ടണമെങ്കിൽ ഈ പ്രൊഫസറുടെയും ഡോക്ടറുടെയും ചില താല്പര്യങ്ങൾക്ക് വിധേയമാകേണ്ടി വരും. നമ്മൾ മനുഷ്യാവകാശത്തെക്കുറിച്ചും സ്ത്രീ സമത്വത്തെക്കുറിച്ചും സ്ത്രീ പുരോഗമനത്തെക്കുറിച്ചും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ നടക്കുന്ന കാര്യമാണ് നമ്മൾ ഈ പറയുന്നത്. അപ്പോൾ ഞാൻ VC എടുത്ത് പറഞ്ഞു, ഇത് അങ്ങയുടെ ശ്രദ്ധയിലൊന്ന് വരണം. ഈ ഗൈഡുമാർ ഒന്ന് കനിയാൻ ഇങ്ങനെ വഴങ്ങിക്കൊടുക്കണമെന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റികൾക്ക് അത്ര നല്ലതല്ല. ഇനി അങ്ങേക്ക് പോകാമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ മുഴുവൻ പറഞ്ഞു കഴിഞ്ഞിട്ട്, സംസാരിച്ച് കഴിഞ്ഞിട്ട് അദ്ദേഹം അതിന് മറുപടിയും കൂടി പറഞ്ഞിട്ടാണ് പോയത്. അദ്ദേഹം പറഞ്ഞത്, ഇതുവരെ എൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല എന്നാണ്. അതിന് വേണ്ട നടപടി ഞാൻ സ്വീകരിക്കുമെന്ന് പറഞ്ഞു. നടപടി നടുപൊടിഞ്ഞതല്ലാതെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇത് പറയാൻ കാര്യം, ഈ പ്രസംഗം കഴിഞ്ഞിട്ട് ഞാൻ താഴത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ അവരുടെ സംഘടനയുടെ പ്രധാന, എനിക്കൊന്ന് സെക്രട്ടറി, ജോയിൻറ്റ് സെക്രട്ടറിയാണ് ഒരു സുഹൈൽ എന്ന് പറയുന്ന അദ്ദേഹം, ഗോപി, BC ഹാരിസ്, ഇങ്ങനെ കുറച്ച് പേര്. അതിനകത്ത് ഓഡിയൻസിൽ നിന്നും കുറച്ച് പേര് വന്നു. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് ഒരു വലിയ ആക്രമണമാണ് നടത്തിയത്. കാരണം ഇത് ആരും ഇങ്ങനെ വെട്ടിത്തുറന്ന് പറയാറില്ല, പറയാൻ തയ്യാറാവാറില്ല. ഞാൻ പറഞ്ഞു, ഈശ്വരവാര്യരുടെ ജീവിതം തുറന്നു കാട്ടാൻ ചങ്കുറ്റുള്ള എനിക്ക് ഇത് തുറന്നു കാട്ടാൻ യാതൊരു മടിയുമില്ല. അപ്പോൾ നമ്മൾ ഇത് അവസാനിപ്പിക്കുന്നത് ഈ നാടകത്തിലെ 2 സംഭാഷണം, സോമശേഖരൻ പറഞ്ഞ പോലെ 2 സംഭാഷണം പറഞ്ഞാണ് ഞാൻ നിർത്തുന്നത്. നമ്മളെല്ലാവരും കേരളത്തിലെ ഏറ്റവും മികച്ച മുഖ്യമന്ത്രി എന്ന് അവാർഡ് കൊടുത്ത് ആദരിച്ചിരിക്കുന്ന C. അച്യുതമേനോനാണ് ഈ നാടകത്തിലെ ഒരു കഥാപാത്രം. ഇതൊരു സോളോ പെർഫോമൻസാണ്. 1.5 മണിക്കൂർ ഒരു നടൻ അഭിനയിക്കുന്നതാണ്. പക്ഷെ നിരവധിയായ കഥാപാത്രങ്ങളുടെ അദൃശ്യ സാന്നിധ്യം അനുഭവിപ്പിക്കുന്ന രീതിയിലാണ് നാടകം സംവിധാനം ചെയ്തിരുന്നത്. ഈശ്വരവാര്യർ മകനെ അന്വേഷിച്ച് പോലീസ് സ്റ്റേഷനുകളിലും മറ്റും കയറിയിറങ്ങി മടുത്തപ്പോൾ ആദ്യം K. കരുണാകരനായിരുന്നു അന്ന് ആഭ്യന്തര വകുപ്പുണ്ട്. അദ്ദേഹത്തെ കാണാൻ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ചെന്നു. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ കയറിയിറങ്ങി നടക്കുന്നതൊക്കെ ഒരുപാട് പ്രശ്നവും തലവേദനയും സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈശ്വരവാര്യർ ഇദ്ദേഹത്തോട് ചോദിച്ചു, എൻ്റെ മകനെക്കുറിച്ച് എന്തെങ്കിലും ഒരു വിവരം തരുമോ എന്ന് ചോദിച്ചപ്പോൾ കരുണാകരൻ പറഞ്ഞ മറുപടി, ഞാനിത് പുസ്തകത്തിൽ നോക്കി വായിക്കുന്നത്, ഇപ്പോൾ ഇതിനകത്ത് മാധ്യമപ്രവർത്തകരുണ്ടോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. നാളെ ഇത് തെറ്റായി റിപ്പോർട്ട് ചെയ്ത് എന്നെ കോടതി കയറ്റാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ദൈവാനുഗ്രഹം കൊണ്ട് കോടതിയിലൊന്നും കയറേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് എഴുതി വച്ചിരിക്കുന്ന ഡയലോഗാണ് ഞാൻ വായിക്കുന്നത്. ഞങ്ങൾ പലതവണ പറഞ്ഞ ഡയലോഗാണ്. ആ ഡയലോഗ് ഇതാണ്: ഈ അച്ഛൻ ഈശ്വരവാര്യർ പറയുന്നത്, എൻ്റെ മകന് എന്തെങ്കിലും അപകടം, അതായത് മരിച്ചിട്ടുണ്ടോ, മരിച്ചെങ്കിൽ എവിടെയുണ്ട്, ഒരു വിവരമില്ലാത്തപ്പോൾ അദ്ദേഹം ചോദിക്കുന്ന ഡയലോഗാണ്, കുറേ കാലമായി പോലീസ് കസ്റ്റഡിയിൽ എത്തുന്നവർ തിരിച്ചു വരാറില്ലെന്ന് പലരും പറഞ്ഞു കേൾക്കുന്നുണ്ട്. അങ്ങ് ആഭ്യന്തരമന്ത്രിയാണല്ലോ, എനിക്ക് അവനെ കണ്ടുപിടിച്ച് തരണം. എനിക്ക് ഒരേ ഒരു മകനേ ഉള്ളൂ, ബലിയില്ല എന്ന് പറയുന്ന അച്ഛനോട് നമ്മുടെ K. കരുണാകരൻ ആഭ്യന്തരമന്ത്രി അന്ന് പറഞ്ഞ സംഭാഷണം ഇതാണ്. ഇത് എഴുതിയത് ഈശ്വരവാര്യർ തന്നെയാണ് ഈ സംഭാഷണം. അതിന് ഞാൻ എന്ത് വേണം? നിങ്ങളുടെ മകൻ അണ്ടർഗ്രൗണ്ടിലായിരിക്കും, തിരക്ക് നടക്കാൻ എനിക്ക് സമയമില്ല, സുധാകരൻ അടുത്ത ആളെ വിളി. ഇതാണ് കരുണാകരൻ പറഞ്ഞ മറുപടി. ആ കരുണാകരനും ആ ആഭ്യന്തരമന്ത്രിയും നമുക്കറിയാം, അവസാന കാലത്ത് സ്വന്തം മകനെ ചൊല്ലി വേദനിച്ചാണ് മരിച്ചുപോയത്.
കാലം ഒന്നിനും കണക്ക് പറയാതെ കടന്നു പോയിട്ടില്ല. അത് സയൻസാണ്, ഫിസിക്സാണ്. ദർ ഇസ് ആൻ ആക്ഷൻ ഓപ്പോസിറ്റ്. നമ്മൾ പറയുന്നു ആ ലോ അതുണ്ട്. ഇനി കരുണാകരനെ കണ്ടിട്ട് വിവരമൊന്നും കിട്ടുന്നില്ല, ആശ്വാസം ലഭിക്കുന്നില്ല എന്ന് വന്നപ്പോൾ മുഖ്യമന്ത്രിയെ തന്നെ നേരിട്ട് കണ്ടേക്കാം എന്ന് വിചാരിച്ച് അച്യുതമേനോനെ കാണാൻ ചെയ്തു. അപ്പോൾ അദ്ദേഹത്തോട് അച്ഛൻ പറഞ്ഞു, അങ്ങ് മുഖ്യമന്ത്രിയാണ്, നാവെടുത്താൽ നുണ മാത്രം പറയുന്ന ഒരാളെ സ്വന്തം മന്ത്രിസഭയിൽ നിലനിർത്തുന്നത് ഇല്ല. ഈ ഗതികേട് ഞാൻ അറിയുന്ന കമ്മ്യൂണിസ്റ്റായ അച്യുതമേനോനുണ്ടോ? സഖാവേ, എങ്ങനെയും എനിക്കെൻ്റെ മകനെ കണ്ടുപിടിക്കണം. മറ്റു മാർഗമില്ലാത്തത് കൊണ്ടാണ് ഞാനിവിടെ വന്നത്. അവസാനത്തെ പ്രതീക്ഷ എവിടെ? ഏത് പോലീസ് സ്റ്റേഷനിൽ വെച്ചാണ്? അതെങ്കിലും. അപ്പോൾ മുഖ്യമന്ത്രി ശ്രീ അച്യുതമേനോൻ ക്ഷുഭിതനായി പറയുന്ന സംഭാഷണം ഇതാണ്: ഇനി ഞാൻ തൻ്റെ മകനെ അന്വേഷിച്ച് തോർത്തും തോളിലിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള പോലീസ് സ്റ്റേഷനുകൾ കയറി ഇറങ്ങി നടക്കണോ? നമ്മൾ വളരെ ആദരവോടെ പറയുന്ന കേരളം കണ്ട ഏറ്റവും മികച്ച മുഖ്യമന്ത്രി പറഞ്ഞ ഡയലോഗാണ് ഞാനീ പറഞ്ഞത്. ആരോട്? ഈശ്വരവാര്യരോട്. ഈശ്വരവാര്യരും അച്യുതമേനോനും തമ്മിൽ വേറൊരു ബന്ധമുണ്ട്. അച്യുതമേനോൻ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തനം നടത്തി ഒളിവിൽ കഴിയുന്ന കാലത്ത് പോലീസിൻ്റെ പിടിയിൽ പെടാതിരിക്കാൻ അഭയം തേടി നടക്കുമ്പോൾ ഒരു ദിവസം രാത്രിയിൽ വന്നു മുട്ടിയത് ഈ ഈശ്വരവാര്യരുടെ വീടിൻ്റെ കതകിലാണ്. കതക് തുറന്ന് നോക്കിയപ്പോൾ അച്യുതമേനോനാണ്. ഒരു ഏകദേശം സമപ്രായക്കാരാണ്. എന്താ മേനോനെ എന്ന് ചോദിച്ചപ്പോൾ പോലീസ് പിന്നാലെയുണ്ട്, എനിക്ക് ഒളിക്കാനൊരിടം വേണം. ഈശ്വരവാര്യരുടെ വീടിൻ്റെ മച്ചിൻ്റെ മുകളിൽ അഭയം കൊടുത്ത ആളാണ് ഈശ്വരവാര്യർ. ആ ഈശ്വരവാര്യരാണ് സ്വന്തം മകനെക്കുറിച്ച് അന്വേഷിക്കാൻ അച്യുതമേനോൻ്റെ അടുത്ത് ചെന്നപ്പോൾ അച്യുതമേനോൻ പറഞ്ഞത്, നിങ്ങളുടെ മകനെ അന്വേഷിച്ച് തോളത്തിട്ട് ഞാൻ ഈ കേരളം മുഴുവൻ നടക്കണം. ഞാൻ പറഞ്ഞു വന്നത്, ഗോപിയെപ്പോലെയൊക്കെയുള്ള ഇടതുപക്ഷ അനുഭാവം ഉണ്ടാവാം, പക്ഷെ ഒരു മനുഷ്യത്വത്തിൻ്റെ നിലപാടുകൂടിയുള്ള ചില ആളുകൾക്ക് ചിലത് പറയാനുണ്ട്. അത് പറയാൻ ഇന്നും നമ്മുടെ രാഷ്ട്രീയക്കാരും അധികാരികളും, സർക്കാർ ഓഫീസിലോട്ടൊന്നും നമുക്കിപ്പോൾ ചെല്ലാൻ നിവൃത്തിയില്ലല്ലോ അല്ലേ? എനിക്ക് തന്നെ നേരിട്ട് അനുഭവമുള്ള കാര്യമാണ്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് സർക്കാർ ഓഫീസിൽ ചെന്നാൽ എന്താ വന്നതെന്നാണ് ചോദിക്കുന്നത്, DYSP നാണിച്ചു പോകും. എവിടെയാണ് നമ്മുടെ വിദ്യാഭ്യാസം? എവിടെയാണ് നമുക്ക് സംസ്കാരം വന്നിരിക്കുന്നത്? മനുഷ്യനായി കാണാൻ കഴിയാത്തത്ര വിവരദോഷത്തിലേക്ക് പോയിരിക്കുന്നു നമ്മുടെ വിദ്യാഭ്യാസം. നമ്മളിങ്ങനെ വേഷമൊക്കെ കെട്ടി നല്ല മനുഷ്യരാണ്, വിദ്യാഭ്യാസമുള്ളവരാണ്, പദവിയിലിരിക്കുന്നവരാണ് എന്നൊക്കെ പറയുമ്പോഴും എൻ്റെ അച്ഛൻ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ എൻ്റെ അടുത്ത് പറയുമായിരുന്നു, ഈ പോലീസുകാരനോടും പള്ളിയിൽ അച്ഛനോടും കൂട്ടുകൂടരുത് കേട്ടോ. വളരെ സൗഹൃദം പറയുന്ന ഈ ആളുകൾ നമ്മൾ സർക്കാർ ഓഫീസിൽ 90 വയസ്സും മറ്റുമൊക്കെ നടക്കാൻ വയ്യാത്ത, കണ്ണൊക്കെ കൊഴിഞ്ഞ് വിഷമിച്ച് നടന്ന് ഒരു അപേക്ഷ കൊടുക്കാൻ സർക്കാർ ഓഫീസിൽ ചെന്ന് മാറി നിൽക്കണമെന്നാണ് പറയുന്നത് നമ്മുടെ സർക്കാർ ജീവനക്കാർ. മാറി നിൽക്കണോ? ഇതിനൊക്കെ ഈ എന്താണ് ഞാൻ പറഞ്ഞതെന്താ വെച്ചാൽ, നാടകത്തെക്കുറിച്ചൊക്കെ ഉള്ള വലിയൊരു പ്രഭാഷണമൊന്നും ഇങ്ങനത്തെ ഒരു വേദി പറയുന്നതിനകത്ത് അർത്ഥമില്ല. അങ്ങനത്തെ ഒരു സ്റ്റഡി ക്ലാസ്സും സെക്ഷനൊന്നും അല്ല. പക്ഷെ നാടകവും നാടകപ്രവർത്തനവും നാടക കലാകാരന്മാരും ഒക്കെ കൂടി ചേർന്ന് നേരിടുന്ന അല്ലെങ്കിൽ അവരനുഭവിച്ചിട്ടുള്ള ചില വിഷയങ്ങൾ, അതിനകത്ത് ഗോപിയുടെ ഒരു റോൾ എന്താണ്? ഗോപിയും പറയാൻ ശ്രമിക്കുന്നത് ഇതുപോലെയുള്ള മനുഷ്യത്വത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാണ്. ആ നാടകം എനിക്ക് വായിക്കാൻ സാധിച്ചിട്ടില്ല. മോഹൻ എനിക്കത് അയച്ചു തരാമെന്ന് പറഞ്ഞിരുന്നു. എന്തായാലും ഈ അനുസ്മരണ സമിതിയും ഇങ്ങനെ ഒരു നിർവഹണത്തിന് എന്നെ ക്ഷണിച്ചതിലുള്ള സ്നേഹം ഞാൻ രേഖപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് ഹേമലത ടീച്ചറോടും മേഘനയോടുമുള്ള എൻ്റെ സ്നേഹം ഞാൻ അറിയിക്കുന്നു. ഈ 2 നാടകങ്ങളും ഈ സമിതി ഒരു പുസ്തകം, 3 നാടകങ്ങൾ ഈ സമിതി ഒരു പുസ്തകമായി പ്രസിദ്ധീകരിക്കാൻ തയ്യാറായി വന്നാൽ അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യാൻ, സാമ്പത്തികമൊഴിച്ച് ബുദ്ധിപരമായ, ആരോഗ്യപരമായ എന്ന് പറഞ്ഞാൽ അതിൻ്റെ DTP എടുക്കുന്ന കാര്യവും അതിൻ്റെ ലേഔട്ട് ഡിസൈൻ, കവർ ഡിസൈൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളും
ഒരു 500 പുസ്തകത്തിൻ്റെ വിൽപ്പനയുടെ ഉത്തരവാദിത്വവും ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ്, സസന്തോഷമുണ്ട് എന്ന് കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. DC ബുക്സും NBS ഒക്കെയാണ് നമ്മുടെ കേരളത്തിൽ ഇപ്പോഴത്തെ ഏറ്റവും മുന്തിയ പ്രസാധകരും. കുറേ ആളുകളൊക്കെ ഇപ്പോൾ ഉണ്ട് കേട്ടോ. അവർക്ക് വിറ്റഴിക്കാൻ പറ്റാത്ത പുസ്തകം ജോൺ ടി വേക്കൻ്റെ നാടക സംഘവും വിചാരിച്ചാൽ ഒരാഴ്ച കൊണ്ട് വിറ്റഴിക്കും. അതിനുള്ള ബന്ധം ഈ മണ്ണിൽ ഞാൻ വേരുറപ്പിച്ചിട്ടുണ്ട്. അതിനകത്തൊരു സ്ഥലമാണ് ഈ കല്ലറ. കാരണം എൻ്റെ അടുക്കൽ നിന്ന് പുസ്തകം വാങ്ങിക്കൊണ്ടുവന്ന ഒരു ബാബുരാജിനെ ഞാൻ ഓർക്കുന്നുണ്ട്. ഞാൻ ആ പേര് പറഞ്ഞില്ല. ആ പുസ്തകങ്ങൾ എൻ്റെ അടുക്കൽ നിന്ന് വാങ്ങിക്കൊണ്ട് പോയെങ്കിലും അദ്ദേഹം അത് വിൽക്കാം എന്നൊക്കെ പറഞ്ഞാണ് കൊണ്ടുവരും. പക്ഷേ അദ്ദേഹവും പിന്നെ വന്നില്ല, പുസ്തകവും തിരിച്ചു കിട്ടിയില്ല. ഒക്കെ സ്വാഭാവികമായി സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ സമിതി ഇങ്ങനൊരു കാര്യം ശ്രദ്ധിക്കുക. കാരണം ഞാൻ തുറന്നു പറയുന്നതിനകത്ത് വിഷമം തോന്നരുത്. ഗോപിക്കൊരു സ്മാരകമൊന്നും വേണ്ട കേട്ടോ. ഗോപിയുടെ സ്മാരകം നമ്മുടെയൊക്കെ മനസ്സിലാണ്. അവശേഷിപ്പിക്കേണ്ടത് ഗോപി ആഗ്രഹിച്ച പ്രവർത്തന മേഖലയുടെ സ്മാരകം സൃഷ്ടിക്കലും നിലനിർത്തലുമാണ്. അത് ഈ അക്ഷരങ്ങൾ കൊണ്ട് സൃഷ്ടിക്കേണ്ട സ്മാരകമാണ്. അല്ലാതെ ഗോപിയുടെ ഒരു അർത്ഥകായ പ്രതിമയോ, മുമ്പ് ആരോ പറഞ്ഞതുപോലെ ഈ ഓഡിറ്റോറിയത്തിന് കല്ലറ ഗോപി എന്ന് പേര് കൊടുക്കുകയോ ചെയ്തതുകൊണ്ടൊന്നും ഗോപി സ്മരിക്കപ്പെടുകയല്ല. ഗോപിയെ സ്മരിക്കുന്നത് ഗോപിയുടെ മനുഷ്യത്വവും ഗോപിയുടെ സൗഹൃദവും ഗോപിയുടെ ക്രിയാത്മകതയുമാണ്. മറ്റു രണ്ടും അവശേഷിക്കും. കാരണം കുറച്ചാൾ കഴിയുമ്പോൾ നമ്മൾ ഈ ഇരിക്കുന്ന ആളിലൊക്കെ മണ്ണടിയും. ആ സൗഹൃദവും സ്നേഹമൊന്നും പിന്നെ ഉണ്ടാവില്ല. അവശേഷിക്കുന്നത് ഗോപിയുടെ കൃതിയായിരിക്കും. അതാണ് പുസ്തകത്തിൻ്റെ മൂല്യം. അത് തിരിച്ചറിയാൻ നമ്മുടെ സമൂഹത്തിനാവട്ടെ, പ്രത്യേകിച്ച് പുതിയ തലമുറയിലുള്ളവർക്കാവട്ടെ എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ നമ്മുടെ കവി ഉള്ളതുകൊണ്ട് ഒരു കാര്യം കൂടി പറയുകയും, ആധുനിക കാലത്ത് നമ്മൾ ഈ മൊബൈലിലാണല്ലോ ഇപ്പോൾ എല്ലാം ചെയ്യുന്നത്. മൊബൈലിലല്ലേ എല്ലാം ചെയ്യുന്നത്. പേന എടുക്കാറില്ല. ഇപ്പം നമ്മൾ പേപ്പറും എടുക്കാറില്ല. ഞാനടക്കം ഈ മൊബൈലിലാണ് കംപ്ലീറ്റ് ടൈപ്പ് ചെയ്യുന്നത്. എത്ര വലിയ ലേഖനമാണെങ്കിലും എല്ലാം മൊബൈലിലാണ് ടൈപ്പ് ചെയ്യുന്നത്. DTP ചെയ്യുന്നത് പോലെ നമുക്ക് എഡിറ്റ് ചെയ്യാം, വെട്ടി തിരുത്തി അങ്ങനെ പോകേണ്ട കാര്യമില്ല. അതിനോട് നമ്മൾ സമരസപ്പെടണം. എൻ്റെ പ്രായം വെച്ചതൊന്നും ചെയ്യാൻ പറ്റിയ ആളല്ല ഞാൻ. പക്ഷേ എനിക്ക് ഈ കാലഘട്ടത്തിൽ ജീവിച്ചേ പറ്റും. അത് ഞാൻ നേരിടേണ്ട വെല്ലുവിളിയാണ്. അത് ഞാൻ ചെയ്തിരിക്കും. അത്യാവശ്യം വേണ്ട സോഷ്യൽ മീഡിയ വർക്കൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അതൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പഠിക്കാൻ നമ്മൾ തയ്യാറായാൽ ഇതൊക്കെ സാധിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, മൊബൈലിൽ കവിത എഴുതി പരിശീലിക്കുന്ന ഏത് സ്കൂൾ കോളേജ് വിദ്യാർത്ഥിയും അവരുടെ കവിത നല്ലതാണോ അല്ലയോ എന്നറിയാൻ പേനയും പേപ്പറിലും തന്നെ എഴുതി കവിത സമർപ്പിക്കേണ്ടി വരും. അതുകൊണ്ട് പേനയിലും പേപ്പറിലും പേന കൊണ്ട് കവിത എഴുതാനും കൂടി ശ്രമിക്കണം. നന്ദി.